എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാ കണ്ണുകളും അടച്ചു. ആരാധനയുടെ നിമിഷങ്ങളാണ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും സ്തോത്രം. നിങ്ങൾ ആരും കാഴ്ചക്കാരാകരുത്, പ്ലീസ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. ശബ്ദം ഉയർത്തി പാടിക്കേ. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. ഒരിക്കൽ കൂടെ പ്രാണപ്രിയ പാടാമോ? പ്രാണപ്രിയ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാ. സമർപ്പണത്തോടെ പാടാം. എന്റെ സ്നേഹം, എന്റെ സ്നേഹം കണ്ണുകളടച്ച് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞ യേശുവേ, ഇന്ന് രാത്രി അങ്ങയുടെ വലിയ മഹത്വം ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിതാവേ, ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നോട് സംസാരിക്കണം. കർത്താവ്, എനിക്കൊരു അനുഗ്രഹം, എനിക്കൊരു വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടണം ശക്തിയോടെ. ഓ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലും അഭിഷേകത്തിലും ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ വലിയ ദൈവകൃപയെ പരിശുദ്ധാത്മാവ് നൽകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഈ ഉപവാസ പ്രാർത്ഥനയുടെയും ഉണർവ് യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട 3 സെഷൻ ആരാധനകൾ കഴിയുവാൻ തക്കണിടയായി 4ാമത്തെ സെഷൻ ആരാധനയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ശക്തമായ ദൈവ സാന്നിധ്യം ഈ പകലും രാത്രിയിലൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി കർത്താവ് എന്നെ തൊട്ടിരിക്കുകയാണ്, എൻ്റെ ഭവനത്തെ കർത്താവ് തൊട്ടിരിക്കുകയാണ്, എൻ്റെ സാഹചര്യങ്ങളെ അറിഞ്ഞ കർത്താവ് വൻ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്, എൻ്റെ വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ കർത്താവ് തുറന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാവിയെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രവർത്തി, കർത്താവിന്റെ ആലോചന എന്നിൽ ഇന്ന് രാത്രി നിവർത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ദൈവവചന സന്ദേശത്തിനായി കടന്നു വന്നിരിക്കുന്നത് ഹല്ലേലൂയ സുവിശേഷകൻ ജോൺസൺ സാറാണ്. കഴിഞ്ഞ പകല് ശക്തമായ ദൂത് സാറിലൂടെ അറിയിപ്പാൻ തക്കൊണ്ടിടയായി. വളരെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളാണ് കഴിഞ്ഞ പകല് നടക്കുവാൻ തക്കൊണ്ടിടയായത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിങ്ങുകളിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന പ്രിയ സാറിനെ ഹോളി പെന്തക്കോസ്ത് മിഷൻ സഭയിലുള്ള സ്വാഗതത്തെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജോയിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൽ പ്രിയരെ, എല്ലാ മാസവും അവസാനത്തെ വെള്ളി, ശനി, ഞായർ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലും പകലിലും പാസ്റ്റർ ഷാജി പാലിയോടാണ് ദൈവവചനം അറിയിപ്പാനിടയായത്. നാളെ വിശുദ്ധാരാധനയും തിരുമേശയോടും കൂടെ ഈ മീറ്റിംഗ് അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാസവും നടത്തപ്പെടുന്ന മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് ആനന്ദിപ്പാനും സന്തോഷിപ്പാനും കർത്താവ് സഹായിക്കുന്നുണ്ടല്ലോ. അടുത്ത മാസവും പാസ്റ്റർ ബിനോയ് പൂന്തോട്ടം പാലക്കാട് നിന്ന് കർത്തദാസൻ 3 ദിവസം നമ്മളോടൊപ്പം ഉണ്ട്. പ്രാർത്ഥനയോടെ ഓരോ മീറ്റിങ്ങുകളിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ശോഭി ബ്രദർ കർത്താവായ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായി. ഈ മീറ്റിംഗിലും ചിലതിനൊക്കെ ദൈവം തൊടാൻ പോവുകയാണ്. സ്നാനം ആവശ്യം ഉള്ളവർക്ക് അടുത്ത പകൽ ഞങ്ങൾ തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. ദൈവം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിത്ത് കട്ടകൾക്കിടയിൽ കടന്ന് കെട്ടുപോകാൻ സ്വർഗം അനുവദിക്കുന്ന ദൈവമല്ല. കഴിഞ്ഞ നാളുകളിൽ നീ വിതച്ചിട്ട് അധ്വാനിച്ചിട്ട് നിന്റെ അധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, വെട്ടുകളിയും തുള്ളനും പച്ചപ്പുഴവും വിട്ടില് നിന്റെ നന്മകളെ അവതരിച്ചു എങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? ആരാധിക്കാൻ നീ തയ്യാറാണോ? മടങ്ങി വരാൻ തയ്യാറാണോ? ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറുമാറ് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. യോവേൽ വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഇന്നു മുതൽ കഴിഞ്ഞ നാളുകളെ നഷ്ടങ്ങളെ അവൻ നികത്താൻ പോവുകയാണ്. ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ നഷ്ടങ്ങളെ നികത്തുന്ന കർത്താവാണ്. എന്റെ പ്രശ്നങ്ങളെ അവൻ പരിഹരിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ശൂന്യതകളെ അവൻ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എനിക്കൊരു കിളിർപ്പുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിത്ത് ചുമന്നു എങ്കിൽ ഞാൻ ആർത്തുകൊണ്ട് കൊയ്യുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. ഞാൻ നെരുങ്ങിക്കൊണ്ടാണ് എന്റെ കർത്താവിനെ ആരാധിക്കുന്നത് എങ്കിൽ ആത്തിരം വന്ന സന്തോഷത്തോടെ എന്റെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇത് പോരാ സ്തുതി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് പുകഴ്ച അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രാത്രി പ്രത്യാശയോടെ ഇരുന്നാട്ടെ. അവൻ നമ്മളോട് ചിലത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതുപോലെ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പകല് പറഞ്ഞതുപോലെ പിശാച് പല നിലയിൽ വരും. അവൻ വണ്ടിയിൽ കാശ് കൊടുത്ത് വണ്ടിയിലും വരും. വിഷയങ്ങൾ ഉണ്ടാക്കാൻ പല നിലകളിലും കടന്നു വരും. എന്നാൽ ദൈവമക്കളായ നമ്മൾ ക്ഷമയോടും സഹിഷ്ണുതയോടും കൃപയോടും കൂടെ ഇരിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റും. ഈ രാത്രി ഒരുക്കത്തോടെ ആയിരിക്കാം. ചിലതിനൊക്കെ ദൈവം തൊടാൻ പോവുകയാണ്. ചില പ്രിയപ്പെട്ടവരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുങ്ങാം. തുടർന്നുള്ള സമയങ്ങൾ 9 മണി വരെയുള്ള സമയങ്ങൾ പ്രിയ സാറ് ദൈവജനങ്ങൾ നമ്മളോട് അറിയിക്കുന്നതാണ്. പ്രാർത്ഥനയോടും കൂടെ തന്നെ നമുക്കായിരിക്കാം. പ്രിയ സാറിനെ കരങ്ങളെ തട്ടി നമുക്ക് സ്വീകരിക്കാം. Praise the Lord. Praise the Lord. Hallelujah. എത്രയൊക്കെ സന്തോഷമുണ്ട്. Praise the Lord. ഒരു രാത്രികാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയല്ലോ. Praise the Lord. എത്രയോ പേർക്ക് ഈ പകലിൽ തുടങ്ങി ഈ രാത്രി കാണുവാൻ കഴിയാതിരുന്നപ്പോൾ അവിടെ ഇവിടെ മകളായി കണ്ണിന്റെ കൃഷ്ണമണി പോലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സ്നേഹിച്ച കൃപയ്ക്കായി ദൈവത്തിന്റെ സ്തുതി സ്തോത്രം അർപ്പിക്കാം. നിന്നതല്ല, അവൻ നമ്മെ നിർത്തിയതാണ്. ഒന്നും നമ്മൾ നേടിയില്ല, എല്ലാം അവൻ തന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിനായി, നമുക്ക് തന്ന സമാധാനത്തിനായി, നമുക്ക് തന്ന ആത്മീയ സന്തോഷത്തിനായി, ഈ ആലയത്തിലൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നല്ല അവസരങ്ങൾക്കായി വെറുതെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് സകല മാനവും മഹത്വവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പ്രസാദിക്കുവാൻ ഇടയായി തീരും. അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം എല്ലാം ലജ്ജിക്കുവാൻ ഇടവരുന്നതല്ല. ദൈവസന്നിധിയിൽ നാം നോക്കുമ്പോൾ ചുറ്റും നമുക്ക് പ്രതികൂലമായിരിക്കും. ഒരുപക്ഷേ നമ്മുടെ ശരീരം
രോഗമായിരിക്കാം, ക്ഷീണമായിരിക്കാം, പ്രതിബന്ധങ്ങളായിരിക്കാം, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി അവസ്ഥകളായിരിക്കാം. അവയുടെ നടുവിലും സർവമാനവും മഹത്വവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ലോകവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ലോകവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ കീർത്തിയും എൻ പുകഴ്ചയും, എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും, നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ശബ്ദവും എന്റെ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ശബ്ദവും എന്റെ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ നേട്ടവും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ സമ്പത്തും എന്റെ നേട്ടവും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഹല്ലേലൂയ. പാട്ടുകാരനോട് ചേർന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, നീ എനിക്ക് നൽകിയ ആയുസ്, കർത്താവേ നീ എനിക്ക് നൽകിയ സമ്പത്ത്, കർത്താവേ നീ എനിക്ക് തന്ന ബുദ്ധി, നീ നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ലപ്പാ. എനിക്ക് പ്രശംസിപ്പാൻ വല്ലതുകൊണ്ടൊന്നും അങ്ങ് എനിക്ക് തന്നതല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ബുദ്ധിയിൽ ഞാൻ, എന്റെ ശക്തിയിൽ, എന്റെ സമ്പത്തിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പാ. അങ്ങ് എനിക്ക് ഓരോ ദിവസം നൽകുന്ന ആയുസിനായി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ സ്തുതി സ്തോത്രങ്ങളും സകലമാനവും മഹത്വവും യോഗ്യനായവൻ അർപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ചിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹോളി പെന്തക്കോസ്റ്റൽ മിഷൻ എന്ന ഈ ചർച്ചിന്റെ ഹല്ലേലൂയ ദൈവദാസനായി പാസ്റ്റർ ഡി മണിക്കുട്ടൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദീർഘവർഷം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവനും കർത്താവിന്റെ വേല ചെയ്ത കർത്താവിന്റെ പ്രത്യേക ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല, എല്ലാം ദൈവത്തിന് കൊടുത്തിട്ട്. പ്രൈസ് ദി ലോർഡ്. സാധിക്കിടക്കണ നീരൊപ്പാൻ, വേദനിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് കിട്ടിയിരുന്നുവെങ്കിൽ പല ആത്മഹത്യകൾ ഒഴിവാക്കപ്പെട്ടേനെ എന്ന് നമ്മൾ പലപ്പോഴും പത്രധാരയിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. പല ആത്മഹത്യകളെ ഒഴിവാക്കുവാൻ, പലരെയും തലകളിൽ കൈവച്ച് പ്രാർത്ഥിച്ച് രോഗത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ, അനേക ചെറുപ്പക്കാർ നിരാശയിൽ അനുഭവിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഏരിയാവ് ഒരു ദേശത്തിന് വേണ്ടി മുട്ടുകുത്തിയതുപോലെ അഭിഷിക്തനെ മുട്ടുകുത്തിച്ച ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്തന്മാർ മുട്ടുകുത്തിയാൽ അത് വെറുതെയല്ല, അഭിഷിക്തൻ മുട്ടുകുത്തുന്ന വെറുതെയല്ല. ലോകം ഒരു പക്ഷേ അത് പുച്ഛിച്ച് തള്ളും. എന്നാൽ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ, ആ കുടുംബം മുട്ടുകുത്തുമ്പോൾ, അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ അഭിഷിക്തൻ ഒരുക്കുമ്പോൾ ദേശം പിടിപ്പിക്കും. ഹല്ലേലൂയ. ഒരു ദേശം മുഴുവനും ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമം വർദ്ധിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ജനം കഷ്ടപ്പെട്ടു. രാജാക്കന്മാരുണ്ട്, രാജ്യത്തിന്റെ കിന്നരന്മാരുണ്ട്, രാജാവിന്റെ അഹമ്പടികളുണ്ട്, രാജാവ് എല്ലാം ഉണ്ട്. പക്ഷേ രാജാവിന് കഴിഞ്ഞില്ല, ദേശാധിപതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു പാവപ്പെട്ട പ്രവാചകൻ ദൈവത്തെ വിളിച്ചപ്പോൾ ആ ദേശത്തിന് മഞ്ഞും മഴയും കൊടുത്ത് ഒരു ക്ഷാമത്തെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇവിടെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പലരെയും കണ്ണുനീരപ്പാൻ, പ്രൈസ് ദി ലോർഡ്. പല ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റലുകളിൽ
അഭയം പ്രാപിക്കുന്ന രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവുമായി കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭിഷിക്തനും കുടുംബവും സഭയും കാണിക്കുന്ന നിങ്ങളുടെ നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളിയുടെ മുന്നിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് മറുപടി പറയാനില്ല, വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. ഇതിലുള്ള അഭിഷിക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകലതും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ യാത്രയാത്രയിൽ ദൈവം കൂടിയിരിക്കട്ടെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഈ സഭാവിശ്വാസികളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന ജോയ് പാസ്റ്ററിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്ന് എനിക്ക് ആവശ്യമുള്ളതായ ഗാന ശുശ്രൂഷയെ നിർവഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദാസനെ ശക്തീകരിക്കട്ടെ. ദേശത്തിന് ഹല്ലേലൂയ. ഒരുപക്ഷേ മറ്റു പലർക്കും വേണ്ടി പാടുന്നവരായിരിക്കും. ആ പാട്ട് ഒരു ദിവസം കൊണ്ട് നിൽക്കും. അതിന്റെ താളം കെടുമ്പോൾ ആ പാട്ടിന്റെ വീര്യം വരും. എന്നാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഏറ്റുപാടുന്ന, ദുഃഖത്തിലായിരിക്കുമ്പോൾ ആത്മീയ ഗാനം പാടി ആശ്വസിപ്പിക്കുന്ന കുടുംബങ്ങൾക്കായി ദൈവദാസന്മാരുടെ പാട്ട് ആശ്വാസത്തിന്റെ പാട്ട്, ആശ്വാസ ഗാനങ്ങളാണ്. അങ്ങനെയുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ ദാസനെ ശക്തീകരിക്കട്ടെ. ഈ പ്രോഗ്രാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന വളരെയധികം നമ്മുടെ പ്രോഗ്രാം പലതും ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പല പ്രോഗ്രാമുകളും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമറ്റിയിലെ പ്രിയപ്പെട്ട ജോൺസൺ ബ്രദറിനായി, അദ്ദേഹത്തിന്റെ കൂടെ വന്നു ദൈവദാസന്മാർക്കായി ദൈവത്തെ സീസലോൺ അവരൊരു ശുശ്രൂഷ നിർവഹിച്ചിരിക്കുക. പ്രൈസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന് ഇത് ഹല്ലേലൂയ മറ്റിടത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യുവാൻ ദൈവം അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടുത്തെ ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മുമ്പിൽ വചനമായി നിൽക്കുന്ന അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ വലിയ വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിടുതൽ അനുഭവിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യമുള്ളതിനായി സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അറിയവൻ ഇന്നും നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ വേദനകളെ ഒപ്പട്ടെ. ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ വേദന, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങളുടെ പ്രയാസങ്ങൾ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ വെച്ച് കരയുന്ന വിഷയം മറ്റുള്ളവരോട് പോലും പറയാതെ കരയുന്ന വിഷയത്തിനിടയിൽ ഇന്ന് വചനം കടന്നു വന്ന് വലിയ വിടുതലായി. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇന്ന് മറുപടിയായി. നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവം ഇന്ന് കെട്ടുപൊട്ടിക്കുന്ന രാത്രിയായി, വിടുതലിന്റെ രാത്രിയായി ഈ വചനം അയച്ച് വിടുവിക്കട്ടെ. ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണുവാറ് ദേശത്ത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. നിങ്ങൾ വെച്ച ഈ ചുവടുവെപ്പുകൾ ധൈര്യത്തോടെ മുന്നേറുക. ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ലോകത്തിൻ്റെതായ പാപത്തിന്റെ തണുത്ത കരങ്ങൾ നിങ്ങളെ മാടി വിളിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ നോ എന്ന് പറയുവാൻ, അവിടെയൊക്കെ നോ എന്ന് പറയുവാൻ, മദ്യത്തോട് നോ എന്ന് പറയുവാൻ, മയക്കുമരുന്നിനോട് നോ എന്ന് പറയുവാൻ, പാപപ്രവൃത്തിയോട് നോ എന്ന് പറയുവാൻ നിങ്ങൾ കാണിക്കുന്ന ആർജവത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. മേലാലും നിങ്ങൾ അങ്ങനെ ആകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എന്നെ ക്ഷണിച്ചപ്പോൾ എന്ത് ദൈവവചനം സംസാരിക്കണം ഇന്ന് രാത്രികാലം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു രാത്രികാലം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി. എൻ്റെ മനസ്സിൽ മാനുഷികമായ ചില വിഷയങ്ങളൊക്കെ ഓടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻ പരിചയങ്ങൾ പലതും ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, നോ 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 നോ, നിന്റെ മുൻ പരിചയം ഒന്നുമല്ല ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നീ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് കാണും, അതൊന്നുമല്ല എനിക്ക് ആവശ്യം. ഇന്ന് ഞാൻ നിന്നെ ഒരു വചനമായിട്ട് അങ്ങോട്ട് അയക്കുക, തിരുവനന്തപുരം പട്ടണത്തിലേക്ക്, ഹല്ലേലൂയ, ദൈവമക്കളുടെ ഇടയിലേക്ക് അയക്കുക. ഞാൻ കണ്ണുനീരോട് പറഞ്ഞു, ദൈവമേ ആടിയൻ കേൾക്കാം, എന്നോടൊരു വാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രികാലം മുഴുവനും പ്രൈസ് ദി ലോർഡ് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നൽകിയ ഹല്ലേലൂയ ഹല്ലേലൂയ വചനവുമായി ഞാൻ നിങ്ങളുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇതെനിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയായി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ പ്രസംഗമോ ഒരു സാംസ്കാരിക പ്രസംഗമോ അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക പ്രസംഗങ്ങളോ ഒക്കെ തീർച്ചയായിട്ടും കുറേ പുസ്തകങ്ങൾ വായിക്കുകയും മുൻകാലങ്ങളിൽ പ്രസംഗിച്ച സാമർഥ്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ വിജയമായിരിക്കും, അതൊക്കെ വിജയിപ്പിച്ചെടുക്കാം. എന്നാൽ ക്രൈസ്തവ സുവിശേഷീകരണം ഞാൻ വിവിധ തലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് അങ്ങനെ ഒരു കാരണവശാലും വചനവുമായി നിന്ന് അങ്ങനെ ഒരു പ്രസംഗിച്ച് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് 100% എൻ്റെ അനുഭവം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു വലിയ ചർച്ച് എന്നെ ക്ഷണിച്ചു അവരുടെ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി. അന്ന് ഒത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു.
എൻ്റെ പ്രൊഫഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു എഞ്ചിനീയറാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നൂറ് പ്രശ്നങ്ങളാണ്. അതിൻ്റെയൊക്കെ നടുവിൽ എനിക്കൊത്തിരി നേരം ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്ത് വന്നിക്കുന്ന അവസരം കിട്ടിയില്ല. എൻ്റെ മുൻ പരിചയവുമായി ഞാൻ എൻ്റെ വാഹനം ഓടിച്ചു അവിടെ ചെന്നു. ഞാൻ വിചാരിച്ചു മുൻ പരിചയം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടി ആരാധിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ പോലെ വായിട്ട് കരഞ്ഞു. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, ദൈവമേ നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണമേ എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ ആദ്യം ഒരു 5-6 മിനിറ്റ് മുൻപരിചയത്തിൻ്റെ പുറകെ പോയി, ഒന്നും നടന്നില്ല. ഒരു 10-15 മിനിറ്റ് മുൻപരിചയത്തിന് പോയി, ഒന്നും നടന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ആ നിമിഷം മുതൽ അവിടെ വലിയ വിടുതലായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വരുന്ന ദൈവദാസന്മാർ മൈക്കുമായി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് അവരുടെ സാമർഥ്യം കൊണ്ടാണ്, അവരുടെ മിടുക്ക് കൊണ്ടാണ്. അല്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, ഈ സഭയുടെ പ്രാർത്ഥന കൊണ്ട്, ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമേൽ ഇരുന്നു കൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഹല്ലേലൂയ ഞാൻ പല ദിവസങ്ങൾ ഉറങ്ങാതെ ഇരുന്നപ്പോൾ എൻ്റെ സഹധർമ്മിണി ചോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ മകനൊക്കെ ചോദിച്ചു, എന്താണ് ഇത്രയും ഉറങ്ങാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അവർക്ക് പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു ഗർഭിണി 10 മാസം ആ കുഞ്ഞിനെ വയറ്റിൽ ഇട്ട് പ്രസവിക്കുന്നത് പോലെയാണ് ഒരു വചനം പൂർത്തീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വചനം വിളമ്പിക്കൊടുക്കുക. നിങ്ങളൊക്കെ ഓരോരുത്തരും വിലപ്പെട്ട സമയം ഇവിടെ കൊണ്ടുവന്ന് സമയം വലിക്കുന്നത് ഇവിടെ വരുന്നവരുടെ പ്രത്യേകത ഒന്നും കാണാനല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഇറങ്ങി വിട്ടിട്ട് ഒരു മറുപടിയുമായി കടന്നു പോകാനാണ്. അവരുടെ പ്രത്യേകത ഒന്നും കാണാനല്ല. നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ വചനമാണ്. അത്രമാത്രം ദൈവവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനൊക്കെ അറിയാം. ഒരിടത്തൊരു വിഷയമായി കടന്നു പോകുന്നത് ഒരു ഗർഭിണി ഹല്ലേലൂയ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് അത് പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അത്രയ്ക്കും ഉത്കണ്ഠയോട് ഉറക്കമില്ലാതെ കണ്ണുനീരൊഴുക്കി ഹല്ലേലൂയ ഒന്നും കൂടി പറഞ്ഞാൽ മുട്ടുമേലിരുന്ന് പ്രാപിച്ച് വരുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടിയനെയും അങ്ങനെ നൽകിയനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്നോട് നിങ്ങളിൽ ഏൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോക കാലഘട്ടങ്ങളൊക്കെ മനുഷ്യരെല്ലാം പ്രശംസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവരുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഇന്ന് പ്രശംസ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രധാന വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാദോരാതെ പ്രശംസിച്ചാൽ പലർക്കും തൃപ്തിയാകുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം വചനമാണല്ലോ, ദൈവമക്കൾക്കെല്ലാം വചനാടിസ്ഥാനത്തിനാണല്ലോ. വചനാടിസ്ഥാനത്തിൽ എങ്ങനെ നാം പ്രശംസിക്കണം, ഏതിനെ പ്രശംസിക്കരുത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഉദ്ധരണികളാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ സംസാരിക്കുവാൻ ദൈവം എന്നെ ചുമതലപ്പെടുത്തിയത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന, നിങ്ങളുടെ വിലപ്പെട്ട ഹല്ലേലൂയ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും, ഈ സഭയുടെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയ ഈ വചനങ്ങളോട് ചില ജീവിതങ്ങൾ ക്രിയ ചെയ്യുന്നെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്കും അതിൻ്റെ ഷെയറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി കാവൽക്കാരെ പോലെ ജാഗരിക്കുന്ന ഈ സഭയുടെ പാസ്റ്റർ, ഈ സഭയുടെ വിശ്വാസികൾ, ആ സഭയിലെ പാസ്റ്റർ കുടുംബം, ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവർക്കും അതിന് പങ്കാളികളാണ്. പ്രശംസിക്കുന്നത് എന്തിനു വേണ്ടി? വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആരെ പ്രശംസിക്കണം, എങ്ങനെ പ്രശംസിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഹല്ലേലൂയ ദൈവം എന്നെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് അയപ്പിച്ച വിഷയം. അതിനാധാരമായി യിരെമ്യാവ് 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. യിരെമ്യാവ് 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ
അളവ് കൂടാതെ സ്നേഹിക്കുന്ന പൊന്നുനാഥ കർത്താവേ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കർത്താവേ ദൈവവചനം കേൾക്കുവാനും ഈ സഭയ്ക്കൊരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ആദ്യത്തെ സെഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സഭയോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഈ വൈകിട്ട് സെഷനിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല വാക്യത്തിനായി, നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം അങ്ങ് കരങ്ങളിലെടുത്ത് വാഴ്ത്തി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. മാനുഷികമായ എൻ്റെ വാക്കിൽ ഒന്നും അതിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഇടവരുത്തരുതേ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ദേശം കേൾക്കട്ടെ, ജനം കേൾക്കട്ടെ, ദൈവസഭ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഹല്ലേലൂയ ഫിസിക്കലായിട്ടും ഓൺലൈനിലും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇത് കേൾക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ കേൾക്കുന്നവർക്കും ഇതൊരു അനുഗ്രഹമായി തരട്ടെ. അവരുടെയും വിഷയങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അവരുടെ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കട്ടെ. വലിയ മറുപടികളുടെ ഹല്ലേലൂയ സന്ദേശമായി മാറുവാൻ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങൾ ആദ്യോടന്തം നീ ഭരിച്ചു നടത്തണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യയുള്ളതിനായി സ്തോത്രം. അന്ന് ഞങ്ങളുടെ അധ്യക്ഷൻ വഹിക്കുന്നതിനായി സ്തോത്രം. സകലവിധ മാനവും മഹത്വവും അങ്ങയുടെ പുണ്യപാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ പഴയ നിയമത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയ പ്രവാചകൻ. അദ്ദേഹത്തിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ലോകം മുഴുവനും ജ്ഞാനത്തിൻ്റെ പുറകിൽ ഓടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലും കോളേജിലും വിടുന്ന എന്തെന്ന് ചോദിച്ചാൽ ജ്ഞാനം ഒഴിവാക്കാൻ വയ്യാത്ത അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ഓരോ പിതാക്കളും മാതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അഭിമാനത്തോട് പറയും, എൻ്റെ മകൻ ഇന്നത് കഴിഞ്ഞു, ഇന്നതിൻ്റെ ഡിഗ്രി കഴിഞ്ഞു, ഇന്നതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇന്ന PhD കഴിഞ്ഞു, ഡോക്ടറേറ്റ് കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ, വേണമെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിപ്പിക്കുവാൻ പിതാക്കന്മാരും മാതാക്കളും വാഞ്ചിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം പകരുവാൻ വേണ്ടി സാക്ഷരത കേരളം മുറവിളി കൂട്ടുകയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കാൻ, അവർ ഏറ്റവും ശ്രേഷ്ഠരായി തീരുവാൻ, മറ്റവരെക്കാളും എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠരായിരിക്കണം, വിദ്യാസമ്പന്നരായിരിക്കണം, അവർക്ക് മാന്യമായ തൊഴിൽ ലഭിക്കണം, അവർ സമൂഹത്തിൽ ഏറ്റവും ജ്ഞാനിയായി തീരണം. അങ്ങനെ ഞെട്ടോടുന്ന ഒരു വലിയ മത്സര ഓട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വചനത്തിന്റെ ഹല്ലേലൂയ ആഴത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ലോകത്തിൽ പല ജ്ഞാനികളെയും നമുക്കറിയാം. ജ്ഞാനം വളരെയധികം വിളിച്ചു പറഞ്ഞിട്ടുള്ള അനേക ജ്ഞാനികൾ നമുക്കറിയാം. പക്ഷേ അവർ നാവ് കൊണ്ട് അവർ ജ്ഞാനം വിളിച്ചു പറയുമെങ്കിലും ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ണിൽ മേൽ കണ്ടിട്ടുണ്ട്. അവർ ജ്ഞാനം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്നെങ്കിലും സ്വന്തം ജീവിതം തകർന്ന് തരിപ്പണമായ അവസ്ഥകൾ ഹല്ലേലൂയ സാക്ഷരത കേരളം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ ലോകത്തിന്റെ മുന്നിൽ വേദികളിൽ അനേകർ അവരെ പ്രശംസിക്കും. അവരുടെ പേര് പറഞ്ഞ്, അവരെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ്, അവരെ PhD പറഞ്ഞ്, അവർക്ക് ധാരാളം ഹല്ലേലൂയ ധാരാളം സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ആധുനിക കേരളമല്ല ലോകം മുഴുവനും കൊടുക്കും. പക്ഷേ ജീവിതത്തിൽ തകർക്കപ്പെട്ടവരായി അവർ മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല തകർന്ന് തരിപ്പണമായ ജ്ഞാനികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ, നമ്മുടെ വീടിന്റെ അടുത്തുകളിൽ, ഒരുപക്ഷെ നോക്കത്ത അടുത്ത് തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ പല ജ്ഞാനികളുടെയും ജ്ഞാനം തകർന്നുകൊണ്ട് അവർ യാതൊരു പ്രയോജനമില്ലാത്ത ഒരു കാഴ്ച വസ്തുക്കളായി മാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഒരു ജ്ഞാനം ഒരു വ്യക്തിയെ എത്ര നാൾ ക്രിയേഷൻ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ വയസ്സിന് ഒരു പരിധി കഴിയുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ബുദ്ധി, അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ആ മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ ആ ജ്ഞാനം തിരിച്ചും മറിച്ചും പറയേണ്ടത് അവസ്ഥയുണ്ടായിരിക്കും. അതുമാത്രമല്ല, ജ്ഞാനത്തിന് വേണ്ടി കലാശാലകളിൽ പോകുന്ന, ക്യാമ്പസുകളിൽ പോകുന്ന, ലോകമറിയുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നത് പ്രൈസ് ദി ലോർഡ് ജ്ഞാനത്തോടൊപ്പം മദ്യവും മയക്കുമരുന്നും ആയിരിക്കും. നിങ്ങൾ വളരെ വാഞ്ചയോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ പ്രാർത്ഥിച്ചങ്ങോട്ട് അയക്കും. തിരിച്ചു വരുന്നത് ഒരു ഭ്രാന്തനെ പോലെ, ഒരുപക്ഷെ തിരിച്ചു വരുന്നത് ഒരു നിർജീവ ശരീരമായി. നമ്മൾ പല വാർത്തകളും കേട്ടിട്ടില്ലേ? അവർ വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി ജ്ഞാനം സമ്പാദിക്കുവാൻ കടന്നു വന്നു, പക്ഷേ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു. അവർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അവർ അപായപ്പെട്ടു. അവരുടെ ജീവൻ പോലും തിരിച്ചു കിട്ടാതെ നിർജീവ വസ്തുക്കളായി നമ്മുടെ നാട്ടിന്റെ പലയിടങ്ങളിലും വാർത്തകൾ കേട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ജ്ഞാനി നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനി നിന്റെ ജ്ഞാനത്തിൽ നിനക്ക് എന്തിനിക്കുന്നത് പ്രശംസിപ്പാൻ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പറയുന്ന സയൻസ് നാളെ മാറ്റി പറയുന്നു. ഇന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ നാളെ മാറ്റി പറയുന്നു. ഇന്ന് പറയുന്ന ഹല്ലേലൂയ എക്കണോമിക്സ് നാളെ മാറ്റി എഴുതപ്പെടുന്നു. ഇന്ന് വരുന്ന മാത്തമാറ്റിക്സ് നാളെ മാറ്റം എഴുതപ്പെടുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ജ്ഞാനി നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിന് അയക്കണ്ട എന്ന് ഞങ്ങൾ ആരും പ്രസംഗിച്ച് പറയില്ല. അവരെ അയക്കുക. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സൺഡേ സ്കൂൾ മുടക്കി അവരെ ജ്ഞാനത്തിന് വിടണ്ട. ആരാധന മുടക്കി അവരെ ജ്ഞാനത്തിന് വിടണ്ട. പ്രൈസ് ദി ലോർഡ്. അവരെ ജ്ഞാനത്തിന് വിടുമ്പോൾ ഹല്ലേലൂയ, അവരുടെ പാഠപുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ അടിയിലല്ല നിങ്ങൾ വെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിന്റെ മുകളിലല്ല വെക്കേണ്ടത്. വേദപുസ്തകം പാഠപുസ്തകത്തിന്റെ മുകളിലിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പാഠപുസ്തകം തുറക്കുന്നതോടൊപ്പം വിശുദ്ധ വേദപുസ്തകങ്ങൾ തുറക്കുക. നന്മയുടെ വഴികൾ നിങ്ങൾ തരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങൾ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ മാംസപ്പലകയിൽ എഴുതിയാൽ വൃദ്ധനായാലും അത് വിട്ടുപോകില്ല. നിങ്ങളുടെ പ്രതിസന്ധി കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുവാൻ ആരും കാണുകയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, നിങ്ങളുടെ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലേക്ക് നിങ്ങളുടെ കൂട്ടുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവരുടെ നടുവിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ആ വിഷയത്തിന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ലോകം നിനക്ക് മറുപടി തന്നില്ലെങ്കിലും യേശു നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഹല്ലേലൂയ മുകളിൽ വെക്കാതെ വേദപുസ്തകം നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ മുകളിൽ വെക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പലരും പറയാറുണ്ട്, മാതാപിതാക്കൾ പലരും പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് ഇന്നെ പഠിക്കുക, അതുകൊണ്ട് ഇപ്പോൾ സൺഡേ സ്കൂളിലൊന്നും പോകാൻ സമയമില്ല, ആരാധനയ്ക്ക് വരാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു ശൈലി വിശ്വാസികളുടെ ഇടയിൽ സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ ഏങ്ങിക്കരയുന്നത് ഈ അടിയനും കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ പഠനത്തിൻ്റെ പുറകിൽ പോയി, പക്ഷേ ഇന്ന് അവൻ അൺകോൺഷ്യസ് ആണ്. അവൻ ഇന്ന് ഹല്ലേലൂയ അബോധാവസ്ഥയിലാണ്. ഇന്ന് ഞാൻ പഠിക്കുന്ന വഴിയിലൂടെ അവനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പശ്ചാത്തപിക്കും. അങ്ങനെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവനെ വാലൻ നടക്കേണ്ടുന്ന വഴികളിൽ അഭ്യസിച്ചാൽ അത് വൃത്തനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തേണ്ട വഴിയിലൂടെ നടത്തുവാൻ പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ സിദ്ധാന്തങ്ങൾക്കപ്പുറം വചനത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ മരിയ ഒരിക്കലും 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 മായമില്ലാത്ത പാല്, തേനിലും തെൻകറ്റയിലും വിളിയേറിയ വചനം ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൊടുക്കാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ അമ്മയെ ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ ചെറുപ്രായത്തിലെ
ഞാൻ ഹല്ലേലൂയ നേഴ്സറി, ഞാൻ അന്നത്തെ നേഴ്സറി കഴിഞ്ഞ ശേഷം സ്കൂളിൽ പോകുന്ന സമയത്തെ ഞങ്ങൾ ഹല്ലേലൂയ, എൻ്റെ വീടൊരു ഗ്രാമപ്രദേശത്താണ്. ആ ഗ്രാമപ്രദേശത്ത് നടന്നാണ് എൻ്റെ LP സ്കൂളിലേക്ക് കടന്നു പോകുന്നത്. ഒരു വയൽ വരമ്പിലൂടെ നടന്നു പോകണം. ഇന്നത് വലിയ റോഡുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി അന്ന് സ്ലേറ്റും പുസ്തകവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ എന്നെ ഒരിക്കലും പ്രാർത്ഥിക്കാതെ വിട്ടിട്ടില്ല. അന്ന് എനിക്ക് അസ്വസ്ഥയടക്കം തോന്നി. ഒന്നാമതേ സമയം പോയി, ഇനി പ്രാർത്ഥിക്കണോ? ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ഇന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെളിക്കോട്ടിറങ്ങി പോകുമ്പോൾ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചു പോകുമ്പോഴും ആ അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ, എൻ്റെ അമ്മ മൺമറഞ്ഞു പോയി, എൻ്റെ പിതാവും മാതാവും ഒക്കെ മൺമറഞ്ഞു പോയി. എന്നാൽ ആ അമ്മ എന്നിലേക്ക് നൽകിയ തേനിലും തേൻകട്ടയിലും വിലയേറിയതായ ആ വചനം എൻ്റെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. ഞാൻ 37 വർഷം കൊണ്ട് ഹല്ലേലൂയ ഞാൻ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറായി സേവനം അനുഷ്ഠിച്ചു. എൻ്റെ പഠനത്തിന് ശേഷം കംപ്ലീറ്റ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഗവൺമെൻറ് രജിസ്റ്റേർഡ് എഞ്ചിനീയറായി കൺസൾട്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എൻ്റെ ഓഫീസിലേക്ക്, എൻ്റെ ക്യാബിനിലേക്ക് കയറുമ്പോൾ, മുറി തുറക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അവസാനിക്കുമ്പോഴും അങ്ങനെയാണ്. അത് മാത്രമല്ല, എൻ്റെ ഓഫീസിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഓഫീസിൽ 7 മണിക്ക് അവസാനിക്കുമെങ്കിൽ 7:30 മണി മുതൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സുദിനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ വന്നവർ പലരും എന്നെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ കൂട്ടുകാർ പോലും, ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞ ബന്ധുക്കൾ പോലും എല്ലാവരും മറഞ്ഞു. എന്നാൽ മറയാത്തവനായി ഏത് ദുർഘടവേളകളിലും, ഏത് കണ്ണുനീരൊഴുക്കുമ്പോഴും, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മഹാസ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ ഉള്ളവർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സന്ധ്യാവേളയിലും നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലരും, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, പലരും പറയും ഈ തിരക്കിനിടയിൽ ഈ വചനവുമായി ഓടാൻ സമയം കിട്ടുമോ? എൻ്റെ ജോലി വളരെ സാമ്പത്തിക നന്മയുള്ളതൊരു പ്രൊഫഷനാണ്. അതിലെനിക്കൊരു ഓട്ടം ഓടിയാൽ ചിലപ്പോൾ എനിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ള അവസരങ്ങളാണ്. എന്നാൽ ഞാൻ പറയും നോ 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 നോ, എനിക്കതിനപ്പുറം എന്നെ എവിടെല്ലാം നിർത്തിയോ അവിടെയൊക്കെ എൻ്റെ വലിപ്പമല്ല എനിക്ക് പറയാനുള്ളത്, എൻ്റെ മഹത്വമല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ 37 വർഷം കൊണ്ട് ആ താജ്മഹൽ പണിഞ്ഞു വന്നുള്ള പല കാര്യങ്ങളുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ, എന്നെ ഇവിടെയൊക്കെ നിർത്തിയ, എന്നെ ദാനം നൽകിയ, ഞാൻ എവിടെയായിരുന്നാലും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ദാതാവിനെ ഞാൻ ഉയർത്തി കാണിക്കും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടാലും എനിക്കൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ലും ഒന്നുമില്ല. എൻ്റെ ജീവൻ നൽകി, എനിക്ക് ആവശ്യമുള്ള ആഹാരം നൽകി, എനിക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകി, കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. എൻ്റെ കൂട്ടിനായി വന്ന പലരും എന്നെ വിട്ടുപോയി. ഒരുപക്ഷെ പലരും തകർച്ച അനുഭവിച്ചു. ഞാൻ അവരെക്കാൾ മിടുക്കനായിട്ടല്ല, അവനേക്കാളും ബുദ്ധിമാനായിട്ടല്ല, അവരെക്കാളും മഹത്വമുള്ളവനായിട്ടല്ല, എൻ്റെ ജ്ഞാനം കൂടുകൊണ്ടല്ല, എനിക്ക് ജ്ഞാനത്തിൽ പ്രശംസിക്കാനും ഹല്ലേലൂയ ഒന്നുമല്ല. എനിക്ക് എന്നെ നിലനിർത്തിയ ദൈവത്തിന് സകലവിധ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. പ്രശംസിപ്പാൻ എനിക്കുള്ളത് എൻ്റെ ജ്ഞാനത്തിലല്ല. അടുത്തതായി ഇപ്രകാരം പറയുന്നു, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലവാന്മാരെ കുറിച്ച് പലതും നമുക്കറിയാം. ബലത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, ഹല്ലേലൂയ, ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്യുന്ന അനേക സെലിബ്രിറ്റീസുകളെ അറിയാം. ലോകമറിയുന്ന ലോകമറിയുന്ന ഗായകൻ താൻ 100 വയസ്സ് ജീവിച്ചിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ താൻ സകല ദിനാചാരങ്ങളും ചെയ്തു. 100 കണക്കിന് ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തിന് ചുറ്റും നിന്നു. അവരൊക്കെ എഴുതി കൊടുത്ത കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ താൻ ജീവിതശൈലി മുന്നോട്ട് പോയി. ഞാൻ പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 50-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതം
ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിലാപകഥ എനിക്കും നിങ്ങൾക്കും അറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ബലത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ബലത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? ഞാനും നിങ്ങളും കഴിച്ച ആഹാരത്തിൻ്റെ ഹല്ലേലൂയ ഡയറ്റിന്റെ പ്രത്യേകത കൊണ്ടാണോ ഈ സമയത്തും ദൈവം നമ്മളെ നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. നാം ഒരു പ്രത്യേക ഇടത്ത് താമസിച്ചത് കൊണ്ടാണോ നമ്മളെ ഇവിടെ ദൈവം നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കോവിഡിലും പല വ്യാധികള്, കോവിഡും കൊറോണയും ഹല്ലേലൂയ ഒരുപാട് മഹാമാരികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ ചുറ്റും നമുക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നവരെയൊക്കെ ആക്രമിച്ചപ്പോൾ നമ്മളെ പേടിച്ചിട്ടാ? അല്ല, നമ്മുടെ ബലത്തിൻ്റെ ശക്തിയല്ല, നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ പ്രത്യേകതയല്ല, നമ്മൾ പാർത്ത വീടിൻ്റെ പ്രത്യേകതയല്ല, നമ്മൾ കൂട്ടുനടന്ന കൂട്ടാളികളുടെ പ്രത്യേകതയല്ല. പിന്നെയോ നമുക്ക് ബലം നൽകിയ, നമുക്ക് ജ്ഞാനം നൽകിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്ന ദൈവജനങ്ങൾ ഇങ്ങനെയല്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തുതിയും മാനവും സമർപ്പിക്കാട്ടെ. ആ ബലത്തിനായി, ആ ജ്ഞാനത്തിനായി, ആ ശക്തിക്കായി ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തിൽ പ്രശംസിപ്പാനില്ല, ബലത്തിൽ പ്രശംസിപ്പാനില്ല, ധനത്തിൽ പ്രശംസിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. ധനം നമുക്കറിയാം, ധനം പ്രൈസ് ദി ലോർഡ്. ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ധനവാന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടു. യൂറോപ്പിലെ അതിസമ്പന്നനായ ഒരു ധനാഢ്യൻ യൂറോപ്യൻ പട്ടണത്തിൽ തൻ്റെ വാഹനവുമായി കെഞ്ചി ചോദിച്ചു, എൻ്റെ ജീവൻ തിരിച്ചു തരാം, ഞാൻ ഈ പണം നിങ്ങൾക്ക് തരാം. ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ? ഏതെങ്കിലും വ്യക്തികളുണ്ടോ? എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? തൻ്റെ മണി വാരി വിതറി. നിങ്ങൾ കണ്ടതാ, ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വീഡിയോയിലൂടെയും കണ്ടതാ. പണത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, തകർന്ന് തരിപ്പണമായ കോഫി ഡേ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിലെ ആ വ്യക്തി തനിക്ക് ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ ഒരു നദിയിൽ ചാടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് നമുക്കറിയാം. ധനത്തിന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ധനത്തിന് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ കഴിയുമോ? ധനത്തിന് നമ്മുടെ ആയുസ്സിനെ പിടിച്ചു കെട്ടുവാൻ കഴിയുമോ? ധനത്തിന് നമ്മളെ എന്തെങ്കിലും ആക്കുവാൻ കഴിയുമോ? അതാണ് ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുവാൻ ഒരവസരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ജ്ഞാനത്തിൽ, നിങ്ങൾക്ക് നൽകിയ അറിവിൽ, നിങ്ങൾക്ക് നൽകിയ ബലത്തിൽ, നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ ഒക്കെ നിങ്ങൾ പ്രശംസിച്ചിട്ടുണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുഷ്ടപിശാച് നിങ്ങളുടെ പ്രശംസ വർദ്ധിക്കുവാൻ വേണ്ടി, ഞാൻ ആരൊക്കെയോ ആണെന്ന് മറ്റുള്ളവർ മുമ്പിൽ തെളിയിക്കുവാൻ വേണ്ടി, അവരുടെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഇതിൽ ഞാൻ തൊട്ട് പുറകോട്ട് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 1-29 വാക്യത്തിൽ മറ്റും ഒരു പ്രശംസിക്കാതിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-29 ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെ ആണോ? നമ്മൾ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞ് വേർപെട്ടിരുന്ന് വന്നവർ
ഇന്ന് പ്രശംസകൾ മാറ്റിവെച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ സാഹചര്യത്തിന്റെ സന്ദർഭം കൊണ്ട് നീ ഒരു സഭയുടെ ലീഡർഷിപ്പിലുള്ളവനായിരിക്കാം. നീ അല്ലെങ്കിൽ നമ്മുടെ ദൈവസഭയിലൊക്കെ പറയുന്ന സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ട്രഷറർ ആയിരിക്കാം, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കാം. വാസ്തവത്തിൽ ആ സഭയുടെ സകലമാനവും മഹത്വവും നിനക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോകുന്ന അനേകരെ നീ കണ്ടിട്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും അത് മാതൃകയാക്കരുത്. നിങ്ങൾ ആരും അത് മാതൃകയാക്കരുത്. അവിടുത്തെ ആ സഭയിലെ ഏറ്റവും ചെറിയ കൂലിവേല ചെയ്യുന്നവരുടെ ദാനങ്ങൾ, അവിടെ ഔദാര്യദാനങ്ങൾ സ്വീകരിച്ച് സഭ കൂട്ടായി പ്രാർത്ഥിച്ച് ദൈവദാസൻ മുട്ടുമേൽ നിന്ന് പ്രാപിച്ച് ഒരു നന്മ കൊണ്ടുവരുമ്പോൾ ചില ജഡങ്ങളൊക്കെ ഞെളിഞ്ഞുകൊണ്ട് വരും. ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ സഭയെ ഓർത്ത് മാറ്റിയത്. ഒരു ചുക്ക് നടന്നിട്ടില്ല, ഒരു ചുക്ക് നടന്നിട്ടില്ല, ഒരു ചുക്ക് നടന്നിട്ടില്ല. നീ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത് നിന്റെ അല്പബുദ്ധി. നീ ഇല്ലെങ്കിൽ 1000 സെക്രട്ടറിമാരെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. സെക്രട്ടറി എന്നൊരു പദവിയല്ല അവിടെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നീ മനസ്സിലാക്കണം, നിന്നെ പോലൊരു ഭോഷൻ ലോകത്തിൽ ആരുമില്ല. നിന്റെ ഒരു പദവിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മൂഢ മനുഷ്യ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ മൂഢത കൊണ്ടല്ലേ അവിടെയുള്ള സകല മാനവും മഹത്വവും നിന്റെ ജഡമാകുന്ന നിന്റെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? നീ ദൈവത്തിന് നിന്റെ മാനവും മഹത്വവും നീ കൊടുത്തിട്ടുണ്ടോ? നീ സാക്ഷി പ്രസ്താവിച്ചാൽ, പൊതുവേദിയിൽ പ്രസ്താവിച്ചാൽ, നിനക്ക് വചനത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ നിന്റെ തലമുറയുടെ അപ്പന്റെ കാലത്ത് അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് മൂഢ ലോകത്തിലിരിക്കുന്ന മൂഢ മനുഷ്യനോട് എനിക്ക് പറയുവാനുള്ളൊരു സന്ദേശം, നിന്നെ അങ്ങനെ ആക്കിയത് ദൈവത്തിന്റെ തീരുമാനമാ. ദൈവം വിചാരിച്ചിട്ടാ നിന്നെ അവിടെ ആക്കിയത്. ആ ആക്കിയവനെ പോലും വേദനിപ്പിച്ചുകൊണ്ട്, നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചവനെ പോലും കണ്ണുനീർ കൊടുപ്പിച്ചുകൊണ്ട് ജഡത്തിന് പ്രശംസിപ്പാൻ ദൈവസഭയിൽ ഒന്നുമില്ല. ജഡത്തിന് പ്രശംസിപ്പാൻ ദൈവസഭയ്ക്ക് ഒന്നുമില്ല, ദൈവസഭയിൽ ഒന്നുമില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ 2 കാശിട്ട വിധവയെ പോലെ, ഹല്ലേലൂയ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപക്ഷെ കൂലിവേല ചെയ്യുന്ന ഈ പെരുവയിലത്ത് പാറ പൊട്ടിച്ച് പ്രൈസ് ദി ലോർഡ്, മരങ്ങൾ വെട്ടിക്കീറി, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഹെൽപ്പർ പണികൾ ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ പൈസയിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് വളരെ പ്രതീക്ഷയോടുകൂടി ദൈവദാസ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, അവരെ 100 മടങ്ങ് അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ 100 മടങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ ദൈവദാസൻ ഇന്ന് ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മുറിച്ചപ്പോൾ ഈ ശബ്ദം ഞാൻ അവിടെ കേട്ടു. ദൈവദാസൻ പ്രാർത്ഥിച്ചു, ദൈവമേ, സാധുക്കളായ ഈ കുടുംബത്തിൽ ഭവനമില്ലാതെ വലയുന്നവർക്ക്, വാഹനമില്ലാതെ വലയുന്നവർക്ക്, പ്രൈസ് ദി ലോർഡ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാതെ വലയുന്നവർക്ക്, ഹല്ലേലൂയ, ഓടുമേഞ്ഞ വീട്ടിൽ ഓട് പോയിട്ട് മറുഓട് മാറ്റിയിടുവാൻ നിവർത്തിയില്ലാത്തവരെ, ദൈവമേ, കരഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവദാസനെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവം പ്രസാദിക്കുക തന്നെ ചെയ്യും. ദൈവസഭ വളർന്നു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, ശീതലീകരിച്ച ഹാളുകളായി, ശീതലീകരിച്ച സംവിധാനങ്ങളായി, ഓൺലൈൻ മെത്തേഡുകളായി ആയപ്പോൾ അവിടെ ഒരു കാലത്ത് ആ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട പാവപ്പെട്ട സാധുക്കളായ കുടുംബങ്ങളെ മറന്നുപോയ ഒരു ദൈവസഭയുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നറിയാം. അവർക്ക് വലിയവർ തരുന്നത് പോലെ പണത്തുട്ടുകൾ എടുത്തു തരുവാൻ അവരുടെ കയ്യിൽ കാണുകയില്ല. ഒരുപക്ഷെ അവരുടെ വസ്ത്രത്തിന്
തേപ്പുപട്ടിയുടെ വടുവുകൾ അവർക്ക് കാണത്തില്ല. ഒരു പക്ഷേ അവർക്ക് ഈ ഇന്നത്തെ ഹല്ലേലൂയ ഏറ്റവും വലിയ മുന്തിയ ഹല്ലേലൂയ സൗകര്യങ്ങൾ അവർ കാണത്തില്ല. അവരെ മറന്നുപോയ ഒരു ദൈവസഭയ്ക്ക് അവരെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒഴുക്കിയ വിയർപ്പുകൾ, നിങ്ങൾ കരഞ്ഞ കണ്ണുനീരുകൾ, നിങ്ങൾ ഒഴുക്കിയ വലിയ വലിയ കാഴ്ചപ്പാടുകൾ ഏതെങ്കിലും സഭയുടെ മൂലയിൽ ആരോരും പേരിൽ അറിയപ്പെടാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരാണ് ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അധ്വാനിച്ച, നിങ്ങൾ കഷ്ടപ്പെട്ട, നിങ്ങൾ കരഞ്ഞ, നിങ്ങളെ ഇന്ന് വലിയ സഭകളിലൊന്നും നിങ്ങളെ പേരറിയത്തില്ല. ഹല്ലേലൂയ. പുതിയ പുതിയ ദൈവദാസന്മാർക്ക്, പുതിയ പുതിയ ഹല്ലേലൂയ സംവിധാനങ്ങളിലൂടെ വരുന്നവർക്ക് നിങ്ങളെ പേര് മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ജഡമായിരിക്കുന്ന ഹല്ലേലൂയ കുറച്ചാൾക്കാരെ പേര് കേട്ട് 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 അവരുടെ പേര് എഴുതുവാൻ ആ പേജിൽ സ്ഥലമില്ലെന്നേ വചനം പറയുന്നു. ദൈവ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇന്നത്തെ ആധുനിക ദൈവസഭ ഇങ്ങനെയാണോ പോകുന്നത്? ഒരു കാലത്ത് അടിസ്ഥാന കല്ലുകളായ കുടുംബങ്ങളെ, തലമുറകളെ മറന്നിട്ട് വഴക്കും വക്കാലത്തും ഇട്ടുകൊണ്ട്, ഏത് കാര്യവും മുടക്കം ഇട്ടുകൊണ്ട്, ഏത് കാര്യവും അതിവകുത്തായ രീതിയിൽ അവതരിപ്പിച്ച് എന്ത് കള്ളത്തരവും ദൈവദാസന്മാരുടെ മുഖത്ത് നോക്കി പിടിക്കുന്ന ജഡീക സന്തതികളെ തോളലിട്ടുകൊണ്ട് പോകുന്ന ദൈവസഭയെ, നിങ്ങളോട് എനിക്ക് ദൈവത്തിനാൽ ദൈവശുദ്ധികളോട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകൾ അവരല്ല. ഒരു ജഡത്തിനും ദൈവസഭയിൽ പ്രശംസിപ്പാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകളുടെ വലിപ്പത്താൽ ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഓ ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ഒരു പ്രശംസിക്കാതിരിക്കുന്ന മറ്റൊരു പദത്തെ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 25-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലര് പ്രത്യേകിച്ച് നമ്മുടെ ബന്ധക്കോസ് വിഭാഗത്തില് ഈ സ്വയം ദൈവസഭകളെന്ന് ഉയരുന്നതിനിടയിൽ 1,00,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു വലിയ ദാനം കൊടുത്തു, ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരും പ്രശസ്തിക്കും വേണ്ടി ഒരു സമൂഹമുണ്ട്. അവർ എങ്ങനെയാണ് കൊടുക്കുന്നത്? അവർ കൊടുക്കാത്ത ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിലൂടെ ഓർമ്മിക്കുകയാണ്, നിങ്ങളൊരു ദാനം പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ വെറുതെ പ്രശംസിക്കാൻ മഴ ഹല്ലേലൂയ തരാത്ത മേഘവും കാറ്റും പോലെയാകാം. നമ്മൾ അതിന് ഉദാഹരണത്തിന് വേറെ എങ്ങും പോണ്ട. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചൂടിന്റെ ആധിക്യം കൊണ്ട് വളഞ്ഞു നിൽക്കുകയാണ്. വല്ലാത്ത ചൂട്. ഹല്ലേലൂയ. പ്രിയ മാതാവിന് തന്നെ ചിരി വരുന്നു. ഭയങ്കര ചൂട്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ചൂട്. ഇവിടെ നമ്മളെ കൂടെ കൂടെ ഇപ്പം തരാ എന്ന് പറയുന്നത് പോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ കൊച്ചുങ്ങളോടൊക്കെ പറയും ഇപ്പം തരാമെന്ന് പറയുന്നത് പോലെ, നമ്മളെ കൂടെ കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ കാർമേഘങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഹല്ലേലൂയ മഴ തരാം എന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യാം? കാർമേഘം കാണും, പിന്നെ ചൂട് വർദ്ധിക്കും, നമുക്ക് മഴ കിട്ടത്തില്ല. ഇതുപോലെയാണ് കൊടുക്കാമെന്ന് പറയുന്ന ദാനങ്ങൾ ഹല്ലേലൂയ കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്ന ഹല്ലേലൂയ പ്രക്രിയ. അവരോട് പറയുകയാണ്, താൻ കൊടുക്കാത്ത ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴ തരാത്ത മേഘവും കാറ്റും പോലെയാണ്. പ്രിയമുള്ളവരെ,
നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാതാവ് ചെയ്ത ദാനം മാത്രമാണ്. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ദാനം കൊടുക്കുവാൻ നമ്മൾ കഴിഞ്ഞത്. അത് നിങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കരുത്. ഒരു പക്ഷെ നീ ഹല്ലേലൂയ 10,000 രൂപ കൊടുക്കുമ്പോൾ സാധുവായ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ചിലപ്പോൾ 100 രൂപയാണ് കൊടുത്തത്. അവനെ കണ്ടിട്ട് ഒരു വല്ലാത്ത നോട്ടം നോക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവമേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സഹോദരൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ എന്ന് ആത്മാർത്ഥമായി എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ ഞെളിഞ്ച് ഉടുപ്പിന്റെ കോളറും പിടിച്ചുകൊണ്ട് നടക്കാനല്ല പറഞ്ഞത്. ഈ മൗനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ കുടുംബത്തെയും സംരക്ഷിക്കണമേ. അതാണ് ദൈവസഭ. ഒരു കാലങ്ങളിലല്ല, അവിടെ പഴയ പിതാക്കന്മാരും മാതാക്കന്മാരും ചെയ്തത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സഭയില് ഒരു പക്ഷേ കൊടുക്കുവാൻ മനസ്സുണ്ട്, പക്ഷെ കയ്യിലില്ലാതെ കൊടുക്കുന്നവരെ മാറി നിന്ന് കുറ്റം പറയാനല്ല ദൈവമക്കളായി ഈ ദേശത്തിന്റെ നടുവിൽ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. അവരെ ഒരു ആശ്വാസം പറയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തുനിഞ്ഞാൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം നിങ്ങളെയും അനുഗ്രഹിക്കും. യോബ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന്റെ സ്തുതിക്ക് മാറ്റം വന്നു, അവന്റെ സ്ഥിതികളെ മാറ്റി. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങളുടെ കരങ്ങളൊന്ന് പൊക്കാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ വരാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ വരുന്നില്ല, അവർ പക്ഷേ ക്രൈസ്തവരുമല്ല, ഒരു പേര് വേറെ ഏതൊക്കെയായിരിക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, അവരൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മാറി നിന്ന് അവരെ കുറ്റം പറയരുത്. ആ പ്രിയപ്പെട്ടവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കണമേ, ആ കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിക്കണമേ, ആ മദ്യപാനത്തിന്റെ ദുരന്തത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാടിട്ട് കരയുന്ന മാതാവേ, നെടുമ്പാടിട്ട് കരയുന്ന പിതാവേ, നിങ്ങളുടെ മധ്യ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കൊന്നും പ്രശംസിപ്പാനില്ല, ദൈവസഭയിൽ ജനത്തിന് പ്രശംസിപ്പാൻ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുറെ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ഈ കാലം കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതാണ് നമുക്ക് പ്രശംസിക്കേണ്ടാത്തത്. എൻ്റെ സമയത്തിന് ചുരുക്കം കൊണ്ട് ഇനി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രശംസിക്കാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരിക്കൽ താൻ ചെയ്ത സൽക്കർമ്മം, അത് എന്നെയും കൂടി പ്രസംഗിക്കുന്ന നിങ്ങളല്ല, എന്നെയും കൂടി, ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചതാ, ഇത് ഞങ്ങളെപ്പോലുള്ളവർക്കും കൂടി പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജോലി എന്നറിയാം, ഞാൻ പുതിയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. വലിയ കെട്ടിടങ്ങൾ, വലിയ സൗധങ്ങൾ, വലിയ ഓഡിറ്റോറിയങ്ങൾ, ഏറ്റവും മനോഹര രമ്യ കർമ്മങ്ങൾ ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും കൂടി പറഞ്ഞിട്ട് ആ ഭാഗം അവിടെ അവസാനിച്ചിട്ട് പ്രശംസിക്കുന്നവരെ കുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വായിക്കാം. ദാനിയേൽ 4-ാം അധ്യായം 28, 29, 30, 31, 32, 33. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്ന് ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇതു ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവർത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. നെബൂഖദ്നേസർ എന്ന് പറയുന്ന
പ്രതാപശാലിയായ ഒരു രാജാവിന്റെ പതനത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ വായിച്ചു കേട്ടത്. നമുക്കറിയാം, പശ്ചാത്തലങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളൊക്കെ ആ കഥ കേട്ടിട്ടുള്ളതാ. അദ്ദേഹം വലിയ ഒരു ഗോപുരം അദ്ദേഹം പണിതുയർത്തി, വലിയൊരു മന്ദിരം പണിതുയർത്തി. വളരെ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു മനോഹര രമ്യകർമ്മം. അതിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രമ്യകർമ്മത്തെ മഹദിയാം ബാബിലോണിന്റെ ഹല്ലേലൂയ ശില്പിയാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തോടു കൂടി ഒന്ന് ഞെളിഞ്ഞു. പ്രശംസിപ്പാൻ എന്റെ ജ്ഞാനത്തിനില്ല, എന്റെ ബലത്തിന് കഴിയത്തില്ല, എന്റെ പണത്തിന് കഴിയത്തില്ല. നെബൂഖദ്നേസർ തന്റെ മഹദിയാം ബാബിലോണിനെ കുറിച്ച് ഒരു പ്രശംസവാചകം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഏതെങ്കിലും ദേവാലയം പണിഞ്ഞതായിരിക്കാം, ഏതെങ്കിലും സെമിത്തേരിക്ക് ഗേറ്റിട്ടതായിരിക്കാം, ഏതെങ്കിലും ചർച്ചിന് കവാടമുണ്ടാക്കിയതായിരിക്കാം, എല്ലാം ആയിരിക്കാം. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ മാത്രം ചെയ്ത കാര്യമല്ല. നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ നിയോഗിച്ച് ഒരു പാത്രമാക്കി മാറ്റിയതിന് പാവപ്പെട്ടവരെയൊക്കെ തലക്കടിച്ചിട്ട് അവർ കഷ്ടപ്പെടുന്ന സകല മാനവും മഹത്വവും നിങ്ങളുടെ നെഞ്ചി കുത്തിക്കൊണ്ട് ഞെളിഞ്ഞു നിന്നുകൊണ്ട് മഹതിയായ ദേവാലയമേ എന്ന് വിളിച്ചു പറയാനുള്ള അവസരമല്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ വായിച്ചു കേട്ടതാണല്ലോ. വീട്ടിൽ പോയി ഒന്നും കൂടെ നോക്കുക. ദാനിയേൽ 4-ാം അധ്യായം അതിന്റെ 28, 29, 30, 31, 32, 33 വാക്യം. ഞാൻ അത് ഒത്തിരി വിവരിക്കാൻ എൻ്റെ പിന്നിൽ സമയമില്ലല്ലോ. ഇത്രേ പറഞ്ഞുള്ളൂ. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം, പ്രിയമുള്ളവരെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എടുക്കല്ലേ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതാ. ഒരുപക്ഷെ നീ നേതൃത്വ നിരയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നീ ഒരു പ്രതിനിധിയായിരിക്കാം, അല്ലെങ്കിൽ നീ എന്തൊക്കെയോ ആയിരിക്കാം. പാവങ്ങളെ എന്നും വഞ്ചിക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അവർ പാവപ്പെട്ട വിശ്വാസികൾ കരഞ്ഞുകൊണ്ട്, അവർ പട്ടിണി കിടന്നുകൊണ്ട്, അവർക്കുണ്ടായിട്ടല്ല, അവരൊരു നേരത്തിൻ്റെ ആഹാരത്തിൻ്റെ പൈസ മാറ്റി വെച്ചുകൊണ്ട് സ്തോത്ര ഭണ്ഡാരത്തിൽ സ്തോത്രാഴ്ചയിട്ട് ഒരു പക്ഷേ നീ വലിയ വലിയ മണിസൗധങ്ങൾ നിൽക്കും. പിന്നെ അവരുടെ പേരില്ല, പിന്നെ അവരെ അറിയത്തില്ല. സകല മാനവും മഹത്വവും ഇപ്പോൾ അത് മാത്രമല്ല, ചിലരെല്ലാം അത് സ്വന്തമാക്കുക, അവരുടെ പേരിലങ്ങ് സ്വന്തമാക്കുക. പറയുന്നത് ദൈവവചനം, പ്രവർത്തിക്കുന്നത് പിശാചിന്റെ കെട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ഹല്ലേലൂയ ഒരാളുടെ ഒരു ജഡത്തിനും ഉയരുവാനുള്ളതല്ല, ഒരു ജഡത്തിനും ഉയരുവാനുള്ളതല്ല. ദൈവസഭ ദൈവജനങ്ങളുടേതാണ്. ഹല്ലേലൂയ. നെബൂഖദ്നേസറിന് പറ്റിയ അധപ്പതനം പ്രിയമുള്ളവരെ നമുക്കാർക്കും പറ്റരുത്. എൻ്റെ ശബ്ദഭീതി ശ്രദ്ധിക്കുന്ന, ഓൺലൈനിലായിട്ടും ഫിസിക്കലായിട്ടും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവാലയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചമച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോയും തുന്നിച്ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാ വൻകരകളിലും പോയി ചാടി ചാടി പറഞ്ഞ് സകല മഹത്വവും നിങ്ങൾ ഏൽക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരുത്തന് ഉടയതമ്പുരാന്റെ മുന്നിൽ പോയി കണക്ക് പറയണം. കണക്ക് പറഞ്ഞേ പറ്റൂ. താൽക്കാലികമായി മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാം. നെബൂഖദ്നേസരേ, നീ മഹദിയാം ദൈവത്തെ മറന്നുകൊണ്ട്, ആ ബാബിലോൺ കോട്ടയെ കണ്ടുകൊണ്ട്, അതിന്റെ ഭംഗി കണ്ടുകൊണ്ട്, മറ്റുള്ള ഒരു രാജ്യങ്ങൾക്കും ഇല്ല എന്ന അവകാശം മുഴക്കിക്കൊണ്ട് നീ വിളിച്ചു പറഞ്ഞു, മഹദിയാം ബാബിലോണേ എന്ന് വിളിച്ചു പറഞ്ഞു. നീ എത്ര രാജാവാണെങ്കിലും, നീ എത്ര ബുദ്ധിരാക്ഷസനാണെങ്കിലും, നിങ്ങൾ എത്ര ആരോഗ്യ ദൃഢഗാത്രജ്ഞരായാലും, ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ പുല്ല് തിന്നിപ്പിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. അധികം സമയം ഒന്നും വേണ്ട. നിന്റെ പൊങ്ങച്ചം പറച്ചിലും
നിന്റെ കാവട്യവാക്കുകളും അവസാനിപ്പിക്കുവാൻ അധിക നിമിഷങ്ങളൊന്നും വേണ്ട. നിന്നെ പുല്ലുതിറ്റുന്ന, നിന്നെ പറ്റുവിനെ പോലെ പുല്ലുതിറ്റുന്ന ഓ രാജാവിന്റെ ആ ഡൈനിങ് ടേബിളിന്റെ ഭോജനം എത്ര സമർത്ഥമുള്ളതാ. നമ്മളൊന്നും കഴിച്ചിട്ട് പോലും കാണത്തില്ല. അതൊന്നും ഇപ്പം വേണ്ട. പശുവിന് കൊടുക്കുന്ന പുല്ല് മതി മനുഷ്യന്റെ ഒരു അധപതയെ. എന്താണ് കാരണം? ദൈവത്തിന് കൊടുക്കുവാനുള്ള മാനവും മഹത്വവും സ്വന്തം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ മഹാരാജാവാണെങ്കിലും, എത്ര വലിയ 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 അധിപനായിരുന്നാലും, എത്ര വലിയ വിശ്വാസിയായാലും നിനക്ക് ഹല്ലേലൂയ ആ അധപ്പതനം സംഭവിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ആഹ്വാനമാണ്. നെബൂഖദ്നേസറിനെ പോലെ മഹതിയാം ബാബിലോണിനെ ചൊല്ലി ഹല്ലേലൂയ നീ പ്രശംസിക്കരുത്. പിന്നെ ഈ ദുഷ്ടനായ പിശാച് ഭയങ്കര തന്ത്രമാണ്. എങ്ങനെയാണ് ദൈവവചനം ഒരാളുടെ ഹൃദയത്തിൽ വന്നിട്ട് ക്രിയ ചെയ്യുന്നത്? ഞാനിവിടെ ഈ പ്രസംഗിക്കുന്ന ദൈവവചനം ഓൺലൈനിലൂടെയോ എൻ്റെ ഈ ശബ്ദപരിധിയിലോ ആരെങ്കിലുമൊക്കെ മനസ്സ് കേട്ടിട്ട് ഒരു തീരുമാനമെടുക്കും. ദൈവമേ, ഇന്നെങ്കിലും എനിക്കിനി ഒരു മാറ്റം വരുത്തണമെന്ന് തീരുമാനമെടുക്കും. തീരുമാനം എടുത്ത് സെക്കൻഡുകൾക്കകം ആ സർപ്പസന്തതി ഏദൻ പറുദീസയിൽ സർപ്പമെന്ന പോലെ അവൻ്റെ ഹൃദയത്തിൽ വന്ന് മുട്ടും, അല്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ മുട്ടും. നീ വേറെ പണി നോക്ക്. ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ കയ്യടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലിയില്ലാതെ പറയുക, ആദ്യം അവൻ നന്നാവാൻ പറ. ഇതല്ലേ ദുഷ്ടനായ പിശാച് നിൽക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഓഹരിക്കാരായി മാറും. യുഗത്തിൽ മാത്രമല്ല, പരത്തിലും ഓഹരിയായി മാറും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദുഷ്ടന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലയോ നിങ്ങൾ? അവന്റെ തന്ത്രങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ ഹല്ലേലൂയ തന്ത്രത്തെ, ദുഷ്ടനായ പിശാചിനെ ശാസിച്ച് പുറത്താക്കിക്കൊണ്ട് ഞാനൊരു തീരുമാനത്തോടുകൂടി ഞാൻ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇന്നലകളിലെ മനുഷ്യനായിട്ടല്ല, ഒരു പുതിയ മനുഷ്യനായി. എന്നിലുള്ള പ്രശംസ എനിക്ക് വേണ്ട കർത്താവേ, എന്നിലുള്ള നിഗളം എനിക്ക് വേണ്ട കർത്താവേ, എന്നിലുള്ള വെടിവാചകങ്ങൾ ഞാൻ കളഞ്ഞുക കർത്താവേ. എനിക്ക് ആവശ്യം ഹല്ലേലൂയ ഞാനോ കുറയണം, അങ്ങയോ വളരണം. ഹല്ലേലൂയ. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കിയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ ഈ വചനങ്ങൾ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നടക്കുന്ന ഈ കൺവെൻഷൻ, ഈ മീറ്റിംഗ്, ഈ ഉണർവ് യോഗം, ഈ സഭയിലെ ദൈവദാസനും പ്രസംഗിക്കുന്ന എനിക്കും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും വലിയ പ്രയോജനമായി തീരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇനി ഇത്രയും കാര്യം നമ്മൾ പ്രശംസിക്കേണ്ടാത്ത വിഷയങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ പ്രശംസിക്കണം? ദൈവവചനം നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണ് പ്രശംസിക്കേണ്ടത് എന്നതിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് കയറി ഇറങ്ങിയ ശേഷം അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സന്തോഷത്തോട് കൂടി മടങ്ങിപ്പോകാം. അതിനാധാരമായി പ്രശംസിക്കുന്ന നമ്പർ 1 ഒത്തിരി കാര്യമുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊട്ട ശേഷം എന്നെ ഏൽപ്പിച്ച സമയപരിമിതിക്കുള്ളിൽ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സന്ദേശം അവസാനിക്കുവാനാണ് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായി നമുക്ക് വായിക്കാം. റോമർ 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ പ്രധാന ദൗത്യം എന്താണ്? സുവിശേഷം അറിയിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സുവിശേഷം അറിയിക്കുന്നത് ഒരു വട്ടമേശ സമ്മേളനമായി, പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു വട്ടമേശ സമ്മേളനമായി അധപ്പതിച്ചിട്ടില്ലേ? സെന്ററും
അതിനു മേളിലും താഴെയുമൊക്കെ പ്രത്യേകിച്ച് ആ വിശുദ്ധ ആരാധന സമയങ്ങളിലൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന മാനമാണോ കൊടുക്കുന്നത്? സുവിശേഷം അറിയിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ ദൈവസഭയിൽ നിന്ന് ഈ ഇരിക്കുന്ന ദൈവ പൈതൽ, ഈ പയ്യപ്പെട്ട മോൻ ഒരു സുവിശേഷവുമായി ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ മുമ്പേ അവൻ്റെ തലക്കടിക്കുന്നത് ഇവിടെ ഉള്ളവ തന്നെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ അടിക്കുന്നവന് പറയാനുള്ളത്, ഞാൻ മോൻ എത്ര വയസ്സുണ്ട് മോനെ? 14. മോൻ്റെ പേരെന്തുവാ? ജോബി. മോന് 14 വയസ്സുള്ള ജോബി മോൻ ദൈവാത്മാവ് അവനോട് സംസാരിച്ച് ദൈവസഭയിൽ ഒരു 5, 10, 15 മിനിറ്റ് ദൈവവചനം സംസാരിച്ചു എന്നിരിക്കട്ടെ. ഏറ്റവും പ്രായമുള്ള, ഞാൻ നിങ്ങളുടെ ഈ സഭയല്ല പറയുന്നത്, വേറെ സഭയെക്കുറിച്ചാണ്, പക്ഷെ നിങ്ങൾ ഇതിനൊന്ന് ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ. ഇവിടെയുള്ള ഏറ്റവും പ്രായമുള്ള അപ്പച്ചൻ പറയും, ജോബി നീ 14 വയസ്സല്ലേ ഉള്ളൂ, എൻ്റെ വയസ്സിൻ്റെ 4-1 പോലും ഇല്ലല്ലോ, നീ പ്രസംഗിക്കാറായോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോനെ, നീ തളർന്നു പോകത്തില്ലയോ? നീ ആഗ്രഹിച്ചതാണോ? ദൈവാത്മാവ് പറഞ്ഞു എനിക്ക് 2 വചനം ദൈവവചനം ദൈവസഭയോട് അറിയിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി മെനക്കെടാത്ത പ്രായമുള്ള ഏതോ മനുഷ്യൻ പറയുന്നു നീനക്കതിന്, അത് ഉടൻ തന്നെ അടുത്തത് ദൈവദാസന്റെ മേലിലായി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടാണോ ദൈവവചനം പറയിപ്പിക്കുന്നത്? ദൈവസഭ സുവിശേഷ തൽപര സഭ എന്ന് പറയുകയും സുവിശേഷത്തിനെ ചെങ്ങല കൊണ്ട് ബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായി ദൈവസഭ വളർന്നു പോയിട്ടുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ മിഷണറിമാരുണ്ടാകണമേ, ദൈവമേ സുവിശേഷം എത്തിച്ചിട്ടില്ലാത്തൊരു സുവിശേഷം പറയണമേ, ദൈവമേ. പ്രാർത്ഥനയുണ്ട്, പക്ഷെ പ്രവൃത്തിയില്ല, പ്രവൃത്തിയില്ല. ഈ മോനെ ഇങ്ങനെ വളർത്തുവാൻ അനുവദിച്ചില്ല എങ്കിൽ അവൻ നിരാശയോടെ വീട്ടിൽ മടങ്ങി പോകുമ്പോൾ അവന്റെ കൂട്ടുകാരൻ പിന്നെ ഈ പുസ്തകം എടുക്കുമോ? പിന്നെ ഒരു സുവിശേഷം പറയാൻ ഇറങ്ങുമോ? നിങ്ങൾ പറ. പിന്നെ ഇറങ്ങത്തില്ല. തലമുറയെ തകർക്കുന്ന അച്ചാച്ചന്മാരെ, തലമുറയെ തകർക്കുന്ന വലിയ നേതാക്കന്മാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. ഹല്ലേലൂയ. നമുക്കേവർക്കും സുപരിചിതമാണ് കയീൻ, ഹാവേൽ. എന്താണറിയാമോ ഹാവേലിനോട് പറഞ്ഞത്? എടാ ഹാവേലേ, നിന്റെ യാഗത്തിൽ പ്രശംസിപ്പാൻ നിനക്കെന്താ? നിന്നെ യാഗം പഴപ്പിച്ചത് ഞാനാ, ഈ അച്ചാച്ചനാ. നിന്നെ ആലയത്തിൽ നിന്റെ കൂടെ കൊണ്ടുവന്നവനാ. പക്ഷേ നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. സ്വന്തം കൂടപ്പറപ്പിനെ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വളർന്നതിനെ, ഒരുമിച്ച് ഹല്ലേലൂയ ഒരു പായിൽ കിടന്നവനെ, ഒരു അപ്പക്കഷ്ണം 2ആയി വിഭജിച്ച് കഴിച്ച സ്വന്തം കൂട്ട് സഹോദരനെ ഹല്ലേലൂയ കൊലപാതകം ചെയ്ത ചരിത്രമാണ് വേദപുസ്തക ചരിത്രത്തിലുള്ളത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സഭ ഒരിക്കലും അങ്ങനെ ആകരുത്. ഒരു യുവതി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ദൈവവചനം പറയുന്നെങ്കിൽ, പാടുന്നെങ്കിൽ, ഒരു യുവാവ് കർത്താവിന്റെ വചനം പറയുന്നെങ്കിൽ, എനിക്ക് ദൈവവചനത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവനെ വളർത്തിയെടുക്കേണ്ടുന്നത് ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന സഭയുടെ ഉത്തരവാദിത്തമാണ്. അച്ചാച്ചന്മാരെ പേടിച്ചുകൊണ്ട് ഹല്ലേലൂയ പാരി നിൽക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാൻ സന്തോഷമുണ്ട്. അച്ചാച്ചന്മാരല്ല നിങ്ങളുടെ വേലക്കിറക്കിയത്, ദൈവം തമ്പുരാനാണ് നിന്നെ വേലക്കിരുത്തിയത്. നിന്റെ വേല ചെയ്യുവാൻ നീ വിശ്വസ്തയോട് മുന്നോട്ട് പോകുമെങ്കിൽ, അച്ചാച്ചൻ പോന്നെങ്കിൽ പോട്ടെ, ദൈവം നിന്നെ നടത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ചാച്ചനല്ല നിന്നെ വിളിച്ച് വേർതിരിച്ചത്,
പ്രൈസ് ദി ലോർഡ്. കള്ളത്തരം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് വലിയ ദാതാവാണെന്ന് കളിച്ച് നടന്നിരിക്കുന്ന ഹല്ലേലൂയ അച്ചാച്ചന്റെ ഗതിക്ക് ഇതുവരെ മാറ്റം വരാതിരുത്തിയതിന്റെ കാരണം അനേക ഹാവേലിനെ നീ കൊലയ്ക്ക് കൊടുത്തതുകൊണ്ടാണ്. അനേക ഹാവേലിനെ നീ കൊലയ്ക്ക് കൊടുത്തതാ. ജീവനുള്ള വസ്തുക്കളുമായി ആലയത്തിൽ കടന്നു വരുമ്പോൾ ഹാവേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു, അവന്റെ കുടുംബത്തിൽ ദൈവം പ്രസാദിക്കുന്നു, അവന്റെ ദൈവസഭയിൽ ദൈവം പ്രസാദിക്കുന്നു, അവന്റെ വാലല്ല തലയാക്കി മാറ്റുന്നു. നീ അവന്റെ പുറയിൽ എത്ര നാളായി പുറയിൽ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കുന്നില്ലേ അച്ചാച്ചാ? പഠിക്കുന്നില്ലേ? ദൈവദാസന്മാരെ, നിങ്ങളുടെ ഭയം എറിയൂ. നിങ്ങളെ വിളിച്ച് വേദനിച്ചത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, സ്വർഗത്തിലാകുന്നു. കർത്താവിന്റെ ദാസന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മൾ സ്വർഗീയ പൗരത്വമുള്ളവരാ, നമ്മൾ ഈ ലോകത്തിന്റെ പൗരത്വമല്ല. ഹല്ലേലൂയ. അതിനെ തീഷ്ണതയോട് നേരിടുവാൻ ഉള്ളതായ ഹല്ലേലൂയ നല്ല ദൈവദാസന്മാരെ ദൈവം ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇങ്ങനെയുള്ള കർത്തൃദാസന്മാരെ ദൈവസഭയ്ക്ക് ആവശ്യം. ഇന്നത്തെ ദൈവസഭയുടെ ആവശ്യം ഇങ്ങനെയുള്ള കർത്തൃദാസന്മാരെയാ. സാഹചര്യങ്ങളുടെ സന്ദർഭത്തെ കണ്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒളിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. നിന്നെ വിളിച്ച് വേർതിരിച്ചത് ഈ ദൈവസഭ. അത് ചിലപ്പം പേര് ഏതോ ആയിക്കോട്ടെ. ദൈവസഭയെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങ് ഒടിച്ചേക്കുക. ഞാൻ ഇന്നാളാ. ഏതാള്? ഞാൻ ഇന്നടുത്ത ആളാ. ഏതാള്? നിന്റെ പേര് വിളിക്കുമ്പോൾ നീ ഇന്നടുത്ത അച്ചാച്ചനാന്നും പറഞ്ഞല്ല വിളിക്കുന്നത്. നീ ദൈവമകനാണോ? നീ ദൈവമകളാണോ? നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ? നീ വിശുദ്ധിയോടും വേർപാടോടും നിൽക്കുന്നതാണോ? നീ ദൈവസഭ സുവിശേഷത്തിന് വേണ്ടി നിന്റെ കരങ്ങൾ ഉയർത്തുന്നവരാണോ? നീ ഹല്ലേലൂയ നീ നിന്റെ പോക്കറ്റിൽ നിന്ന് നിന്റെ അധ്വാനം ദൈവസഭയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാണോ? അങ്ങനെ ഇറങ്ങുന്നവരെ മാറി നിന്നുകൊണ്ട് നിന്നെ തകർക്കുവാനല്ല ദൈവസഭ ആവശ്യം. നീ അവന്റെ കുറ്റം കണ്ടുപിടിക്കാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. അവനൊരു പക്ഷെ സംസാരിക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള സുവിശേഷകനെ പോലെ ആയിരിക്കത്തില്ല അവൻ സംസാരിക്കുന്നത്. ദൈവം ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുന്നത് വ്യത്യസ്തമായ കൃപകളോടാ. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയിലെ ഏറ്റവും വലിയ ദൗത്യം മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ മാത്രം വിശ്വസിക്കുന്നില്ല. ഇത് ദൈവിക ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രമാണ്. ചിലരെ അപ്പോസ്തലന്മാരായിട്ടും, ചില പ്രവാചകന്മാരായിട്ടും, ചിലരെ സുവിശേഷകന്മാരായിട്ടും, ചിലരെ ദൈവസഭയുടെ വിവിധ തുറകളിൽ. നീ ഇന്ന് ഹല്ലേലൂയ 2 വീട്ടിൽ പോയി 10 ട്രാക്റ്റ് കൊടുത്താൽ നിനക്കും പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ വന്ന് രാവിലെ ഇവിടെ പായിട്ട് കൊടുത്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് വലിയ മാന്യതയൊന്നും കാണത്തില്ല. സ്വർഗത്തിൽ ഏറ്റവും വലിയ മാന്യത നിനക്ക് അവിടെ ആയിരിക്കും. നിന്റെ ദൈവദാസന് 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിനക്ക് പ്രതിഫലമുണ്ട്. നിനക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ പേര് വിളിച്ചു പറയത്തില്ലായിരിക്കാം, അങ്ങനെയുള്ള അവരായിരിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിന്റെ ജീവന്റെ പുസ്തകം പേർ തുടിക്കുമ്പോൾ, വാടാത്ത കിരീടം പ്രാപിക്കുമ്പോൾ, ഒരു പക്ഷേ അവിടെ പായിട്ട അമ്മച്ചിയായിരിക്കും, അവിടെ പായിട്ട കുഞ്ഞായിരിക്കും, അവിടെ പാത്രം കരി അമ്മച്ചിയായിരിക്കും, മിറ്റം തൂത്ത അമ്മച്ചിയായിരിക്കും. ഒരു പക്ഷേ പേർ വിളിക്കുമ്പോൾ നിന്റെ പേർ മുന്നേ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരവിടെ ചെയ്യില്ലും. കടക്ക് പുറത്ത് ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്ത് വരുമ്പോൾ, പ്രിയപ്പെട്ട മാതാവേ, അന്ന് ലോകത്തിന്റെ മുമ്പിൽ വെച്ച് നിന്റെ പേര് വിളിച്ചില്ലെങ്കിലും വട്ടമേശ സമ്മേളനത്തിൽ നിന്റെ പേര് ഏറ്റവും പുറകെ കൊണ്ടിട്ടാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. സുവിശേഷം അറിയിക്കുന്നതാണ് നമുക്ക് പ്രശംസിക്കുവാനുള്ള ദൈവസഭയുടെ ഏറ്റവും വലിയ ദൗത്യം. സുവിശേഷത്തെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് ഞാൻ കടക്കാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു ആത്മാവിന്റെ വില. ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ബൈബിൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഒരു പുതിയ ആത്മാവിനാണ്.
സർവ്വലോകത്തിനേക്കാളും ഇതിൽ കൂടുതലൊരു വില ഇടാണ്ടോ ദൈവാസനെ പാസ്റ്റേ? സർവ്വലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, സ്വർണമുണ്ടോ, വജ്രമുണ്ടോ, ഇരുമ്പുണ്ടോ, ചെമ്പുണ്ടോ, മേഴ്സിഡസ് കാറുണ്ടോ, ഹാലലിയ സൂപ്പർസോണിക് വിമാനമുണ്ടോ, എല്ലാത്തിൻ്റെ ആകത്തുകയാണ് ഒരു പാവിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ അടുത്തിരിക്കുന്ന മോനെ, നിന്റെ അടുത്തിരിക്കുന്ന ഒരു സുവിശേഷം പറയണമെന്ന് നിനക്ക് നിന്റെ കൂട്ടുകാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. കാരണം നാളെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, എടാ മോനെ, നീ സുവിശേഷം നിന്റെ ദൈവസഭയിൽ നിന്റെ പാസ്റ്റർ മറ്റുള്ള ദൈവദാസന്മാരൊക്കെ ഒത്തിരി പറഞ്ഞു, നീ അത് നിന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തോ? പ്രിയപ്പെട്ട മക്കളുമാരെ, നിങ്ങൾ കൂടെ ഇരിക്കുന്നവരോട് സുവിശേഷം പറയണം. ഒരുപക്ഷെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളുമായിരിക്കും. നോ, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷവുമായി ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവർ നിങ്ങളെ നിരസിച്ചാൽ ആ പൊടി തട്ടിക്കളഞ്ഞ ശേഷം പോരാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. അവസാനം വരെ, ജീവൻ അവസാനിക്കുന്നതും വരെ സുവിശേഷം പറയാൻ ഏത് വേദി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മിനിറ്റ് എവിടെങ്കിലും കിട്ടിയാലും നിങ്ങളെ കുറിച്ചല്ല പറയേണ്ടത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചല്ല, നിങ്ങൾ ആരാണെന്നോ അവിടുത്തെ അപ്പനാണെന്നോ ഇവനാണെന്നോ അല്ല നിങ്ങൾ പറയേണ്ടുന്നത്. നിങ്ങൾക്ക് ഒരു സെക്കൻഡേ ഉള്ളെങ്കിൽ ഒരു വേദവാക്യം പറഞ്ഞിട്ട് ദൈവത്തിന് സകല മാനവും മഹത്വവും പറഞ്ഞിട്ട് ഈ വേദവസ്തു ഉയർത്തിക്കാണിച്ചിട്ട് മടങ്ങി വാ. അവിടെയാണ് നിങ്ങൾക്ക് പ്രശംസിപ്പാനുള്ളത്. ഹല്ലേലൂയ. അടുത്ത കാര്യത്തിലേക്ക്, പ്രശംസിപ്പാനുള്ള അടുത്ത വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രശംസിപ്പാനുള്ളത്, അതായത് ഫിലിപ്പിയർ 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ. അതൊക്കെ താഴോട്ട് വായിച്ചു പോകണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഒരു സമയബന്ധിതമായ പ്രോഗ്രാമാണല്ലോ, അതുകൊണ്ട് ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യമുണ്ട്. പറയുന്ന ആരാ? പൗലോസ് ഒരിക്കൽ ആരായിരുന്നു? ശൗലായിരുന്നു. ശൗലിന്റെ യോഗ്യത എന്തുവായിരുന്നു? സന്നദ്ധി സംഘത്തിലെ അംഗം. പ്രൈസ് ദി ലോർഡ്. ഏത് ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിന്റെ പുറകെ അനുയായി ഉണ്ടെങ്കിൽ അവനെ കൊന്നുകളയാനുള്ള അധികാരപത്രം സ്വന്തമായിട്ടേ 2-3 സൈക്കിളല്ല ഉള്ളത്, കപ്പൽ. അത്രയ്ക്കും പറയുവാനുള്ളൊരു മനുഷ്യൻ. അതിൽ കൂടുതൽ വല്ലതും ഇവിടെ ഉള്ളവർക്ക് പറയാനുണ്ടോ? നമ്മുടെ ഓരോ സെന്ററും മറ്റേന്റെ അപ്പുറത്തുള്ള വട്ടമേശ സമ്മേളനത്തിൽ പറയുന്ന അച്ചായന്മാർക്ക് പറയാനുള്ളതിന്റെ എത്രയോ ഇരട്ടിയാ പറയാനുള്ളേ. എനിക്ക് പ്രശംസിപ്പാൻ നിങ്ങളെക്കാളും ഒരുപാടുണ്ട്. ഞാൻ പ്രശംസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പറയുന്നതിൽ എത്രയോ അവിധം. പക്ഷെ എനിക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവിൽ മാത്രം. ദൈവദാസന്മാരെ, നമുക്ക് നമ്മുടെ ഹല്ലേലൂയ ശബ്ദത്തെ കുറിച്ചല്ല പ്രശംസിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ പ്രസംഗത്തെ കുറിച്ചല്ല പ്രശംസിപ്പാനുള്ളത്. നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ചല്ല പ്രശംസിപ്പാനുള്ളത്. നമുക്ക് നമ്മുടെ ബാവേൽ ഗോപുരത്തെ കുറിച്ചല്ല പ്രശംസിക്കാനുള്ളത്. ഞാൻ ഇന്ന ചുമതല വഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല നമുക്ക് പ്രശംസിപ്പാനുള്ളത്. നമുക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവിനെ കുറിച്ചാ. ദൈവസഭയെ നമുക്ക് ഒരുമിച്ച് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവിനെ കുറിച്ചായിരുന്നെങ്കിൽ ഇന്ത്യൻ ഭാരത ജനത യേശുവിനെ അറിഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. ഭാരത ജനത യേശുവിന്റെ അരികിൽ വന്നേനെ. നിങ്ങൾ ഓരോരോ പ്രശംസ പിടിച്ചു വാങ്ങി സെന്ററിന്റെ മേളിലും ഒക്കെ ആളുകളൊക്കെ പിടിച്ചു വാങ്ങി അവസാനം യേശുവിന് കൊടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. അവസാനം സെന്ററേ ഉള്ളൂ, യേശു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വട്ടമേശ സമ്മേളനത്തിൽ യേശുവിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ കാണിച്ച ധീരശൂര പരാക്രമവും
എൻ്റെ മക്കളുടെ കിട്ടുന്ന ഡോളറിന്റെ എണ്ണവും ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ആ മല കയറി, ഈ മല കയറി, ചൂട്ടും കെട്ടിക്കൊണ്ട് അവിടെ പോയി എന്നും പറഞ്ഞ് ഇന്നലകളുടെ കാര്യം പറയുന്ന ഹല്ലേലൂയ ദൈവസഭയെ ഞാൻ പറയട്ടെ, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ അഭിമാനത്തോട് പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രിസ്തേശുവിനെ കുറിച്ച് മാത്രമാണ്. ദൈവസഭ അങ്ങനെ ഉരുവിടട്ടെ. നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ യോഗ്യതയല്ല, ജ്ഞാനമല്ല, ബലമല്ല, ധനമല്ല, ശക്തിയല്ല. നമുക്ക് പറയാനുള്ളത് ക്രിസ്തേശുവിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രവുമല്ല, എനിക്ക് പറയുവാനുള്ളത് മറ്റൊന്നും കൂടിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാനുള്ള ഒരു ക്രൂശിനെ കുറിച്ചാണ്. ഇന്ന് പലർക്കും അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്ന പലർക്കും കുരിശ് വേണ്ടാന്നേ, കുരിശിൽ മരിച്ച ഒരു യേശുവിനെ വേണ്ടാന്നേ. അവർക്ക് കുരിശിൽ മരിച്ച യേശുവിനെ വേണ്ട, ജീവനോടിരിക്കുന്ന യേശുവിനെ മതി. പ്രിയ സ്നേഹിത, അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയുന്നുണ്ട്, ഈ യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ പൗരത്വമായി യാതൊരു ബന്ധവുമില്ലാത്ത എനിക്കും നിനക്കും ഇവിടെ കയറി വരുവാനുള്ള അനുവാദം ആര് തരും? പ്രൈസ് ദി ലോർഡ്. സൈക്കിളും കൊണ്ട് വന്നാൽ തിരിച്ചു പോകുന്ന കാറും കൊണ്ട് പോയി അങ്ങ് പോവുക. ഇപ്പൊ കാറും ഇല്ല. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് പ്രശംസിപ്പാനുള്ളത് കുരിശ് മാത്രമാണ്. ഈ കുരിശില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ പൗരത്വമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ഒരു യോഗ്യതയുമില്ലാത്ത നിങ്ങളെ ഈ ക്രൂശിന്റെ സ്നേഹത്തോട് അടുക്കുവാൻ കഴിയുമോ? പുതിയൊരു സൃഷ്ടിയാകുവാൻ കഴിയുമോ? ഈ കൃപായുഗത്തിൽ ഈ ഐക്യമായി നിൽക്കുവാൻ കഴിയുമോ? ആ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കുരിശ് എന്ന് പറഞ്ഞാൽ, അത് താഴോട്ട് വായിക്കാം. എന്താണ് കുരിശ് എന്ന് പറഞ്ഞാൽ? അതും കൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച സമയം ഏതാണ്ട് അവസാനിക്കാറായി. അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. വായിക്കാം, റോമർ 5-ാം അധ്യായം 4-5 വാക്യം. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കും ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു ഈ തന്റെ ഐതിക ജീവിതം അവസാനിച്ച്, താൻ 3.5 വർഷത്തെ ശുശ്രൂഷ അവസാനിച്ച് പോകുമ്പോൾ ശിഷ്യന്മാർ വളരെ തകർക്കപ്പെട്ടവരായി മാറിയ കാര്യം നമ്മൾ രാവിലെ സംസാരിച്ചതാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് കാര്യസ്ഥനായി ഒരാളെ ഇവിടെ അയച്ചിട്ടാണ് അവൻ പോയത്. അവൻ ശാരീരികമായി പോയെങ്കിലും നമുക്ക് നമ്മുടെ മധ്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടാണ് അവൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഷ്ടതയിലും എനിക്ക് പ്രശംസിപ്പാനുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് പറയാം, കഷ്ടതയിലും എനിക്ക് പ്രശംസിപ്പാനുണ്ട്, എന്നെ താഴ്ത്തിക്കെട്ടിയാലും എനിക്ക് പ്രശംസിപ്പാനുണ്ട്. ഹല്ലേലൂയ. നീ അവിടെ വന്ന് കൊട്ടിക്കൊട്ടി ചിരിച്ചാലും എനിക്ക് പ്രശംസിപ്പാനുണ്ട്, എന്നെ കല്ലെറിഞ്ഞാലും എനിക്ക് പ്രശംസിപ്പാനുണ്ട്, എന്റെ ആലയം തകർത്താലും എനിക്ക് പ്രശംസിക്കാനുണ്ട്, എന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായവരെ ജഡങ്ങളായി പലയിടങ്ങളിൽ വലിച്ചെറിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശംസിപ്പാനുണ്ട്. കഷ്ടതയിൽ തകരുന്ന ഒരു പ്രസ്ഥാനമല്ല പ്രിയപ്പെട്ടവരെ ഈ മാർഗം. പരിഹാസത്തിൽ തകരുന്നത് അല്ല പ്രിയപ്പെട്ടവരെ ഈ മാർഗം. ആരെങ്കിലും പുച്ഛിച്ച് ചിരിച്ചാൽ താഴ്ത്തി വയ്ക്കുന്ന പ്രസ്ഥാനമല്ലത്. പിന്നെ നിന്റെ പ്രസംഗം അവസാനിക്കത്തില്ല. നിങ്ങൾ പടുത്തു, നിങ്ങൾ ഞങ്ങൾക്കറിയുന്ന ഓരോ കല്ലിന്റെ മുകളിലും ഞങ്ങൾ അതൊരു ഹല്ലേലൂയ ഒരു പ്രസംഗ പീഠമാക്കി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും.
കഷ്ടതയിലും ഞങ്ങൾക്ക് പ്രശംസിപ്പാനുണ്ട്. കുരിശാണ് ഞങ്ങളുടെ ചിഹ്നം. ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിച്ചാലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തൊഴിലിൽ കൊടുക്കാതിരുന്നാലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആലയങ്ങൾ നഷ്ടപ്പെടുത്തിയാലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തീയിലിട്ട് ചുട്ടു കൊന്നാലും, ഓ ഹല്ലേലൂയ, ഞങ്ങളെ ഈ ലോകത്ത് നിന്ന് താങ്കൾ ഹല്ലേലൂയ തീന്മേൽ മറിച്ചാലും ഞങ്ങൾക്ക് പ്രശംസിപ്പാനുള്ളത് ഞങ്ങളുടെ ക്രിസ്തുവിലാണ്, ആ കുരിശിലാണ്. ആ കുരിശിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. നമ്മുടെ കൈകളടിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എന്തിനൊക്കെ പ്രശംസിക്കണം, എന്തിനൊക്കെ പ്രശംസിക്കണ്ട? ബലത്തിൽ നിങ്ങൾ പ്രശംസിച്ചവരാണോ? ബുദ്ധിയിൽ നിങ്ങൾ പ്രശംസിച്ചവരാണോ? ധനത്തിൽ നിങ്ങൾ പ്രശംസിച്ചവരാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജ്ഞാനത്തിലും വിദ്യാഭ്യാസം നിങ്ങൾ പ്രശംസിച്ചതാണോ? നോ. ഇതെല്ലാം തന്ന, ദാനം ചെയ്ത, ദാനത്തെ അല്ല പ്രശംസിക്കുന്നത്, ദാതാവിനെയാ. ദാനത്തെ അല്ലെന്നേ പ്രശംസിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകം, ഈ ഒരു വസ്തു എനിക്ക് തന്ന ഒരു ദാതാവുണ്ട്. ആ ദാതാവിനെ, അല്ലാതെ ഞാൻ ഈ കാശും എടുത്ത് എൻ്റെ തലയെ വെച്ചുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കുകയല്ല വേണ്ടുന്നത്. എനിക്ക് തന്ന ദാതാവിന് സകലമാനവും അർപ്പിക്കുവാൻ. പ്രിയപ്പെട്ട ദൈവസഭയെ നമുക്കൊരിക്കാം, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ സന്തോഷമായ ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവാണ്, നമുക്ക് പ്രശംസിപ്പാനുള്ളത് കുരിശാണ്, നമുക്ക് പ്രശംസിപ്പാനുള്ളത് കഷ്ടതയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ, രോഗികളായിട്ടാണോ നിങ്ങൾ കടന്നു വന്നത്? പ്രയാസം അനുഭവിക്കുന്നവരായിട്ടാണോ നിങ്ങൾ കടന്നു വന്നത്? ഭർത്താവിന്റെ സ്പർശനം ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ തലകളിന്മേൽ സ്പർശിക്കുന്നതായിരിക്കും. അവൻ നിങ്ങളെ തൊടും. ഞങ്ങളാരും തൊട്ടില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഇന്ന് വലിയ വിടുതലയിക്കും, വചനമയച്ച് വിടുവിക്കും. കഷ്ടതയുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ഹല്ലേലൂയ നമ്മുടെ മാർഗം തകരാതെ വേണം. ഹല്ലേലൂയ. ഈ മുന്നോട്ട് പോകുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾക്ക് തക്കാവ് വിരാമം കുറിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തി മഹത്വപ്പെടുത്തുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ചേർന്ന് പാടി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ തട്ടി ഭൂമിയിലുള്ള
ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. കരമടിച്ച് കരമടിച്ച് ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. മഹത്വവും ജ്ഞാനവും ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അല്പസമയം എല്ലാവരും ചേർന്ന് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ അന്യഭാഷകളിൽ അധരങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. അക്കരങ്ങളെ ശക്തിയോടെ തട്ടി യെസ് 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 ആ ശക്തമായ ദൂതിന്റെ പേർ ഒരു നിമിഷം സമർപ്പണത്തോടെ വർഷങ്ങളായി രോഗഭാരത്താൽ പ്രയാസത്താൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് കടന്നു വരാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രോഗത്താൽ വിവിധ വിഷയങ്ങൾക്കായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രോഗഭാരത്താൽ പ്രയാസത്താൽ ജീവിതത്തിന്റെ വിവിധമാകുന്ന അവസ്ഥകളിലൂടെ ആരെങ്കിലും ഹല്ലേലൂയ നിങ്ങളോട് എന്നെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നുനാഥ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗഭാരത്താൽ, ഭീതിയാൽ, ഭയത്താൽ മുന്നോട്ട് കടത്തിവിടാതെ വണ്ണം ശത്രു തന്റെ അന്ധകാര ശക്തികളാൽ ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം അയച്ചവരെ വിടുവിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സ്പർശനം അവർ അനുഭവിക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതൽ അവർക്ക് കൊടുത്തതിനായി സ്തോത്രം. കാലാകാലങ്ങളായി അവരുടെ കുടുംബത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധന ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വലിയ വിടുതലുകൾ, വലിയ ആശ്വാസം അവരുടെ ജീവിതത്തിൽ കർത്താവേ നീ കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ ദൈവമേ, തീർച്ചയായിട്ടും ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ബന്ധനങ്ങൾ മാറട്ടെ, വലിയ വിടുതലുകൾ അയക്കണമേ. ഈ ദൈവസഭയെ വളർത്തിയെടുക്കണമേ, ഇതിന്റെ അടിസ്ഥാനങ്ങളെ വലുതാക്കണമേ. ദൈവദാസനായി സ്തോത്രം, അവരുടെ കുടുംബത്തിനായി സ്തോത്രം. ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കായി സ്തോത്രം. സകലമാനവും മഹത്വവും അങ്ങയുടെ പുണ്യപാദങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന കർത്താവിന്റെ ദാസനും വിലപ്പെട്ട സഭയ്ക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഈ ഉപവാസ പ്രാർത്ഥന ഉണർവ് യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലും
അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കേൾക്കുവാനും ദൈവിക രോഗശാന്തികൾ അനുഭവിപ്പാനും ദൈവിക വിടുതൽ നമുക്ക് അനുഭവിപ്പാനിടയായല്ലോ. ആമേൻ. ദൈവവചനം ശുശ്രൂഷിച്ച ആമേൻ കത്ര ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ സി കൊട്ടാരക്കരയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ പേരിലുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺലൈൻ കാര്യാദികൾ ചെയ്യുന്ന സഹോദരങ്ങളെയും ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളുണ്ട്. 10 മണിക്ക് വിശുദ്ധാരാധന ആരംഭിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ആരാധനാലയങ്ങളിലും പോകാൻ കഴിയാത്തവർക്ക് ആമേൻ ഈ വട്ടപ്പാറ വേറ്റനാട് ഹോളി പെന്തക്കോസ്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നല്ല ആലോചനകളെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. യൗവനക്കാരുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്തൃനാമത്തിന് വേണ്ടി അർപ്പിക്കുവാൻ സ്തോത്ര വഴിപാടുകളെ അർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അർപ്പിക്കാനുള്ളവരെല്ലാം കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ കർത്തൃദാസന്മാരുടെ ദൈവജനത്തിന്റെ മടക്കയാത്രയിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നാളത്തെ വിശുദ്ധാരാധന തിരുമേശ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഓൺലൈനിലായി ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ജയം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇപ്പോൾ വിൽസം ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കും. മുന്നോട്ട് ക്ഷണിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ദിവസിക്കുന്ന പരിശുദ്ധ പിതാവേ, സ്വർഗ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും കർത്താവെ അങ്ങ് ചെയ്ത നന്മകളെ ഓർത്തൊരുക്കി കൂടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ആയുസ്സിൽ ഒരു അവസരം കൂടി ഒരുക്കി തന്ന ഞങ്ങളുടെ മാറ്റമില്ലാത്ത കരുണയ്ക്കും ദയക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 2 ദിവസക്കാലം നിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്ന നിന്റെ മക്കളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ അവരുടെ ഏതെല്ലാം ആവശ്യങ്ങളുടെ മേലായിരുന്നുവോ അതിന്മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിത്തെ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവേ, തിരുവചനങ്ങളെ ശ്രവിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നത് മുതൽ ഇതുവരെ തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ഭൃത്യന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം. പ്രതാൽ കർത്താവേ, തിരുവചനവുമായി നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവ് നിന്നതായ നിന്റെ ദാസനെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൂടി കർത്താവ് കേൾപ്പിച്ചതായ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും പ്രശംസിക്കുന്നുവെങ്കിൽ കർത്താവത്തിന്റെ ധനത്തിലോ സമ്പത്തിലോ ശക്തിയിലോ ബലത്തിലോ അല്ല, യഹോവയായ ദൈവം നീതിയും ന്യായവും നടത്തുന്നു എന്ന് തന്റെ ദൈവത്തെ കുറിച്ച് മാത്രം പ്രശംസിക്കട്ടെ എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്നിട്ട് അഭിഷേകത്തിന്റെ കർത്താവ് അധികമായി ബലപ്പെടുത്തണമേ. ലോകമെങ്ങും കർത്താവിന്റെ സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇവിടെ ശുശ്രൂഷിക്കുന്നതിന്റെ ദാസനെ കർത്താവിന്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അധികമായി ബലപ്പെടുത്തണമേ കർത്താവേ. ലോകമെങ്ങും പോയി കർത്താവിന്റെ ഉത്തമ സാക്ഷിയാകുവാൻ ദൈവം തന്നെ അഭിഷേകം ചെയ്ത് അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം എല്ലാം കർത്താവിന്റെ വരവരെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജോയ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ. കൃപയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഗാന ശുശ്രൂഷ കർത്താവേ, ഹല്ലേലൂയ, ഗാന ശുശ്രൂഷ നടത്തിയ ദേവദാസനെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അധികമായി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപാവരങ്ങളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ കർത്താവ് ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികമായി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്വത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും കർത്താവ് ധാരാളമായി നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അധികമായി ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും വേദനയുടെയും നെടുനീർപ്പിന്റെ അവസ്ഥയിലായിരിക്കുന്നവർ കർത്താവെ അവിടുന്ന് ആശ്വാസം പകർന്നു നൽകിയിരിക്കുന്ന ആ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. അനുദിനം ജീവിക്കാൻ ആവശ്യമായ സകല നന്മകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവെ,
കൂടി വരും വരെ അടുത്ത് ഞങ്ങൾ കൂടി വരും വരെ നിന്റെ ഭദ്രമായ ചിറയുടെ മറയ്ക്കണമേ. നാളത്തെ ആരാധനയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് സമ്മതിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആരും ബലഹീനരായി തീരാതെ വണ്ണം, കർത്താവെ രോഗികളായ ഭവനത്തിലാകാതെ വണ്ണം ദൈവം എല്ലാവരും സൗഖ്യത്തോടെ കൂട്ടിവരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ യാത്രയിലെല്ലാം കൃപ കൂടിയിരിക്കണമേ. ഒരനർത്ഥമാർക്കും അനുഭവിക്കാതെ വണ്ണം, അനർത്ഥമാർക്കും വ്യസനികേതുവാണ് ദൈവം സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ പാദപ്പെടുത്തി ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധനാമത്തിൽ നല്ല പിതാവേ. അനുഗ്രഹത്തോടെ അയക്ക ആടിയാരെ യഹോവായേ, മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദന അങ്ങ